നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല. എല്ലാ എല്ലാ വിധമായ കഷ്ടതകളെയും ക്രൂശിൽ യേശുക്രിസ്തു വഹിച്ചതാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം ഇന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ നന്ദി പറയുന്നു. അഭിഷേകം നുകങ്ങളെ ഒടിക്കുന്നതാണ്. അസാധാരണമായ പ്രവൃത്തികൾക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്നതാണ്. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം, പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കർത്താവിൻ്റെ തിരുസന്നിധികളിൽ മുന്നോട്ട് പോകാം. കൃപ കൂടെ ഇരിക്കുന്നല്ലോ. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും നമ്മുടെ ഈസ്റ്റ് ഹാമിലെ പുതിയ പ്രാർത്ഥനയുടെ ലൊക്കേഷൻ. നമ്മൾ ആദ്യം ഇട്ടിരുന്ന സ്ഥലത്തിൻ്റെ അകത്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പുതിയതായിട്ട് അവിടെ UK പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടുത്തെ അടുത്ത് തന്നെയാണ്, തൊട്ട് കുറച്ചങ്ങ് മാറിയ ഒരു ലൊക്കേഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആ പോസ്റ്റ് കോഡിലേക്ക് നിങ്ങൾ വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ അനുഭവിക്കുവാൻ കർത്താവ് നിങ്ങളെ ഇടയാക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. യേശുക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടു വരുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിച്ചു വരുന്നു. ഇന്നും നമുക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവാത്മാവ് നമ്മളെ സഹായിക്കുന്ന കർത്താവാണല്ലോ. ലൂക്കോസ് ലീഹായുടെ സുവിശേഷമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നത്. അപ്പം കുറച്ച് വാക്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടു. ദൈവാത്മാവിൽ പഠിക്കുവാനുമൊക്കെ ദൈവാത്മാവ് ഇടയാക്കി. ഇന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. അതിനായിട്ട് ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിലെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് ഞാൻ പെട്ടെന്ന് അങ്ങ് കയറി വന്നു. അതിന് 24 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, ഉയരത്തിൽ നിന്ന് ആത്മാവ് നിങ്ങളുടെ മേൽ പകരുവോളം തന്നെ ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്നു, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ശ്രദ്ധിച്ചോണേ, ഈ വാക്ക് നോക്കിയോണേ. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ ദൈവം അയക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, പരിശുദ്ധ ആത്മാവ് നമ്മുടെ മേൽ വരും. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നൊരു വാക്കുണ്ട്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിൻ്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിൻ്റെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് ലീഗ യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വചനത്തെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നോക്കിക്കേ, യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത കാര്യങ്ങളെ പറയുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും പരിശുദ്ധ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ പോലും എൻ്റെ ആത്മാവിനെ പകരും. ആ നാളിൽ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. നോക്കിക്കേ, ഇത് നിങ്ങൾ ആത്മതലങ്ങളെ നമുക്കറിയാം. ഞാൻ ഈ കൂടുതലും പല ആൾക്കാരും ഈവിൾ വേൾഡിനെ പറ്റി ഒത്തിരി നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള വലിയൊരു വിഷയമായിരിക്കും ഈവിൾ വേൾഡ്. അതായത് സാത്താനിക ലോകത്തെ പറ്റിയുള്ള ഒത്തിരി ഉപദേശങ്ങൾ, ഒത്തിരി ടീച്ചിങ്ങുകൾ പ്രത്യേകിച്ച് ആത്മലോകത്തിൽ പല ആളുകളും എടുക്കാറുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഈ പിശാചിൻ്റെ ലോകത്തെപ്പറ്റി നിങ്ങൾ അറിഞ്ഞതുകൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. പകരം പരിശുദ്ധാത്മാവിൻ്റെ ലോകമുണ്ട്. അതായത് സ്പിരിച്വൽ വേൾഡും ഈവിൾ വേൾഡും ഉണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, സ്പിരിച്വൽ വേൾഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത്. അതായത് നമുക്ക് പ്രയോജനമുള്ള ആത്മമണ്ഡലം. പിശാചിൻ്റെ ശക്തികളെയോ അവൻ്റെ ദുരാത്മാക്കളെയോ അവൻ്റെ പ്രവൃത്തികളെയോ നിങ്ങൾ ആഴമായി പഠിക്കുന്നൊരു വ്യക്തി, ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ജീവിതത്തിൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള ആത്മലോകത്തെപ്പറ്റി നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ
നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളർച്ചകൾ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ഒന്നുകൂടെ ഞാൻ പറയാം, വളർച്ചകളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആമേൻ. എന്താണ് ഈ വളർച്ച? ആത്മാവിൻ നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി പറയുന്നു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങൾ നോക്കിയാണേ, ഒരു എബിലിറ്റിയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി, ഞാൻ പെട്ടെന്ന് ലൂക്കോസിലോട്ട് ആ വാക്യത്തിലേക്ക് ഒന്ന് പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാവേ. ലൂക്കോസ് 24 പറയുന്നു, എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. അപ്പോൾ അയക്കുമ്പോൾ ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുള്ളൂ. അപ്പം നോക്കിക്കേ, ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കുന്നു. അപ്പോൾ ഉയരത്തിലെ ശക്തി ഭൂമിയിലുള്ള ഒരു സാധാരണക്കാരൻ്റെ മേൽ വരുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഉയരത്തിലെ, അതായത് ഒന്നുകൂടെ പറഞ്ഞാൽ, ഉയരത്തിലെ ദൈവത്തിലുള്ള എബിലിറ്റികളെ ഒരു മനുഷ്യന് ലഭിക്കുന്നതാണ് അഭിഷേകം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പറ്റി കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഈ ആത്മാവിനെ ധരിക്കാതെ നിങ്ങൾ ആരും എന്തു ചെയ്യരുത്, ഈ നഗരം വിട്ട് പോകരുത്. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വർഗീയമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു. സ്വർഗീയ ശക്തിയെ നമ്മൾ ധരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിസ്സാരക്കാരാണോ? അല്ല. എന്നാൽ പലപ്പോഴും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു ജെൻറ്റിൽമാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് സമാധാനത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ദീർഘക്ഷമയുടെ ആത്മാവാണ്. അങ്ങനെ ഒത്തിരി ക്വാളിറ്റികൾ പരിശുദ്ധാത്മാവിനുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഉയരത്തിലെ ശക്തി അഥവാ എബിലിറ്റി, സൂപ്പർ നാച്ചുറൽ എബിലിറ്റി നിങ്ങളുടെ മേലേക്ക് പകരുകയാണ്. ഇവിടെ നിങ്ങളുടെ പ്രത്യേകത, ഇവിടെ എന്തുകൊണ്ടാണ് ഈ പ്രവചനം എന്നൊരു വാക്കെടുത്ത് പറയുന്നത്? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഈ പ്രവചനം എന്നുള്ളത് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് പ്രവചിക്കുക. അതായത് ഭാവിയിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയുവാനുള്ള കഴിവ് മനുഷ്യനില്ല. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നാളെ 10 മണിക്ക് എന്താണ് സംഭവിക്കാൻ, പോട്ടെ അടുത്ത വർഷം 8-ാം തീയതി എന്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നുവെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഇല്ല, പറയാൻ പറ്റില്ല. ഇല്ല ബ്രദറെ. ഇല്ല ബ്രദറെ. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ വർത്തമാനകാലത്തിരുന്നു കൊണ്ട് മുൻകൂട്ടി കാണുവാൻ വേണ്ടിയുള്ളത് ദൈവത്തിനു മാത്രമുള്ള കഴിവിനെ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ മേലേക്ക് വരുന്നു. അവിടെ പറയുന്നതാണ് ശക്തി ധരിക്കുന്നു. ശക്തി ധരിക്കുന്നു. നോക്കിക്കേ, ഈ ശക്തി ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ പ്രവചനം എന്നുള്ള വാക്കെടുത്ത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഒരു ഭയങ്കരമായിട്ടൊരു ക്വാളിറ്റിയാണ്. ദൈവത്തിലുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ പരിശുദ്ധാത്മാവിനെ ബൈബിൾ എപ്പോഴും കാണിക്കുന്നത് 2-3 കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട്. ഒന്ന്, നിൻ്റെ പാനപാത്രം നിറഞ്ഞു കവയ്ക്കും, നിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളത്തിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പെരുന്നാളിൻ്റെ ഒടുക്കത്തെ നടന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളത്തിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ആമേൻ. കുറച്ച് സാക്ഷ്യങ്ങൾ കേൾപ്പിക്കാനുണ്ട്, ഞാനത് വരും ദിവസങ്ങളിൽ കേൾപ്പിക്കാം. ഒത്തിരി സഹോദരങ്ങൾ അയച്ചു വന്ന സാക്ഷ്യങ്ങൾ, എനിക്കത് ഞാൻ കേട്ടു, പക്ഷേ എനിക്കതൊന്ന് നിങ്ങളെ കേൾപ്പിക്കാനുള്ള സാവകാശം ടൈം കിട്ടിയില്ല. അത് അടുത്ത ദിവസം നമുക്ക് കേൾപ്പിക്കാം. അപ്പോൾ ഒഴുക്ക്. അപ്പോൾ ഈ ഒഴുകുക എന്ന് പറഞ്ഞാൽ, ഒരു വെള്ളം ഒഴുകണമെങ്കിൽ ആ വെള്ളം കവിയണം.
ആ വെള്ളം കവിയണമെങ്കിൽ ആ വെള്ളം നിറയണം. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു വെള്ളം ഒഴുകണമെങ്കിൽ കവിയണമെങ്കിൽ നിറയണം. അപ്പോൾ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ വെള്ളത്തോടും എണ്ണയോടുമൊക്കെ കണക്ട് ചെയ്ത് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഇതിനെല്ലാം ഈ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ വെള്ളത്തിനൊരു സ്രോതസ്സുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തെ എന്ത് ചെയ്യാം, ഒരു കുപ്പി അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു കുഴി കുത്തി ആ കുഴിക്കകത്തോട്ട് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലേ? പക്ഷെ ഒരു മഴ പെയ്യുവാണെങ്കിൽ ആ വെള്ളം എന്ത് ചെയ്യും, ആ സ്റ്റോർ ചെയ്ത വെള്ളം പുറത്തേക്ക് ഇങ്ങനെ കവിഞ്ഞ് ഒഴുകുവാൻ തുടങ്ങും. ഇതേപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ നിറയുകയും ഒഴുകുകയും തുളുമ്പുകയും ചെയ്യുന്നതാണ്. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നോക്കിക്കേ, ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കുന്നു. പക്ഷെ ലഭിച്ച ശക്തിയിൽ നിങ്ങൾ നിറയാത്തോടത്തോളം കാലം ആ ശക്തി എന്ത് ചെയ്യത്തില്ല, കവിയത്തുമില്ല, ഒഴുകത്തുമില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ശക്തിയിൽ നിറയണം. അപ്പോൾ ശക്തിയിൽ നിറയുമ്പോഴുള്ള പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ അകത്ത് 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഉയരത്തിൽ നിന്നും ആത്മാവ് നിങ്ങളുടെ മേൽ പകരുവോളം തന്നെ, അവിടെ വചനം പറയുന്നു, അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അപ്പോൾ ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ബൈബിൾ പറയുന്നു, മരുഭൂമിയിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മരുഭൂമിയിൽ ഒരിക്കലും ഒരു ഗാർഡൻ ഉണ്ടാകത്തില്ല, ഒരു പൂന്തോട്ടം ഉണ്ടാകത്തില്ല, ഉദ്യാനം ഉണ്ടാകത്തില്ല. ഇനി ഒരിക്കലും ഒരു പൂന്തോട്ടം ഒരിക്കലും മരുഭൂമിയിൽ വനമായി മാറത്തില്ല. നോക്കിക്കേ, 3 കാര്യമാണ് പറയുന്നത്. ഒന്ന്, മരുഭൂമിയിലേക്ക് ഒരിക്കലും ഒരു പൂന്തോട്ടം ഉണ്ടാകത്തില്ല. അഥവാ അങ്ങനെ ഒരു പൂന്തോട്ടം ഉണ്ടായാൽ തന്നെ മരുഭൂമിയിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അത് വനമായി മാറത്തില്ല. പക്ഷെ ബൈബിൾ നല്ലൊരു ഉപമ പറയുവാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ മരുഭൂമിക്കകത്ത് ഒരു പൂന്തോട്ടം ഉണ്ടാവും. ആ പൂന്തോട്ടം ഒരു വനമായി മാറും. ഹല്ലേലൂയ. നോക്കിക്കേ, അതൊരു വനമായി മാറും. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയൊരു പകർച്ച, നിങ്ങൾ ഈ വാക്ക് കണ്ടോ, മരുഭൂമി, പൂന്തോട്ടം, വനം. 3 കാര്യമാണ് മരുഭൂമിയുടെ അവസ്ഥ. അതിൻ്റെ ശേഷം എന്തുണ്ടാകും, ഒരു പൂന്തോട്ടം ഉണ്ടാകും. ആ പൂന്തോട്ടം വളർന്ന് വളർന്ന് വനമായി മാറും. അപ്പോൾ നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ച് നോക്കിയേ, ഇതൊരു പ്രോസസ്സ് കണ്ടോ, ഇതൊരു വളർച്ചയുടെ ഘട്ടം കണ്ടോ. വരുന്നു, നിറയുന്നു, ഉദ്യാനമാകുന്നു, വനമാകുന്നു. അപ്പോൾ വളർച്ച, ആത്മാവിൻ്റെ ശക്തിയിലെ വളർച്ച അല്ലെങ്കിൽ ഒരു നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ്. ആത്മാവിൽ നിറയുന്നതനുസരിച്ച് സ്പിരിച്വൽ തലങ്ങളിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിങ്ങൾ തുടർച്ചയായിട്ട്, ഉദാഹരണം പറയാം, തുടർച്ചയായിട്ടൊരു വ്യക്തി ഇരുന്നുകൊണ്ട് നിരന്തരമായിട്ട് നിങ്ങളൊരു അടുപ്പിച്ച് ഒരു മാസം, ഉദാഹരണം മാത്രമാണ്, ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു ടൈം വെച്ചത് ഉദാഹരണമായിട്ടാണ്, ഒരു ദിവസം ഒരു മനുഷ്യൻ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ, ഏറ്റവും ഞാനൊരു ഉദാഹരണം പറയുകയാണ്, ഒരു 3 മണിക്കൂർ എല്ലാ ദിവസവും പല സമയങ്ങളിലായിട്ട്, ഒരുമിച്ചല്ലെങ്കിൽ പോലും പല സമയങ്ങളിലായിട്ട് ഒരു വ്യക്തി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും ആ വ്യക്തി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വചനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് 1 മാസം തുടർച്ചയായിട്ട് ചെയ്താൽ നിങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ വലിയൊരു വളർച്ച നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നുന്ന രീതിയിൽ ഭയങ്കര ഒരു വളർച്ചയുണ്ടാവും. അപ്പോൾ ഒരു ചോദ്യം, ബ്രദറെ, ഈ വചനം ഞങ്ങൾ 1 മാസം തുടർച്ചയായിട്ട് പറയുകയും ഈ ഇത്രയും പറയുന്നത് പോലെ തന്നെ ഞാൻ പറഞ്ഞത് 3 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോ കുഴപ്പമില്ല, അപ്പോൾ സമയം കുറച്ചും കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഏത് സമയമായിക്കോട്ടെ, നിങ്ങൾ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് 1 അരമണിക്കൂറോ, തിരിച്ചു വരുമ്പോൾ 1 മണിക്കൂറോ, ഉച്ചയ്ക്ക് കഴിക്കാൻ നിൽക്കുമ്പോൾ 1 മണിക്കൂർ, ഏത് സമയം കൊണ്ട് ചുമ്മാ നിങ്ങൾ ഒരു ഉദാഹരണം, ഒരു 3 മണിക്കൂർ ഒന്ന് ഫിക്സ് ചെയ്യുമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 2 മണിക്കൂർ ഫിക്സ് ചെയ്യുമെന്ന് വിചാരിച്ചു. 2 മണിക്കൂർ പോട്ടെ, അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ആയിക്കോട്ടെ, നിങ്ങൾ ഫിക്സ് ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ അകത്ത് വ്യാപരിച്ച വന്ന ശക്തി ആ ഒഴുക്ക് ആരംഭിക്കും. അതായത് നമ്മളിപ്പോൾ പലപ്പോഴും ആ ശക്തിയെ ഒരു തളം കെട്ടി അതിൻ്റെ അകത്ത് ഒതുക്കി വച്ചിരിക്കുക. ഈ ശക്തിക്ക് നിറയുവാൻ നിങ്ങൾ അനുവദിച്ചാൽ മരുഭൂമിക്കകത്ത് പൂന്തോട്ടം ഉണ്ടാകുന്നത് പോലെ. നോക്കിക്കേ, ഒരാളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോഴുള്ള കാര്യം പറയുന്നത് മരുഭൂമി ഉദ്യാനമായിത്തീരും. അതായത് പൂക്കൾ നിറഞ്ഞ, അത് ഡ്രൈ ആയി കിടന്ന, ചൂട് കൊണ്ട് നിറഞ്ഞിരുന്ന
വളരെ ഡ്രൈനെസ് ഉണ്ടായിരുന്ന ഒരു മരുഭൂമി. നമുക്കറിയാം, നിങ്ങളിപ്പം ഈ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അല്ലേ, നിങ്ങൾ പോയി ആ മരുഭൂമി കൊണ്ടുവന്നൊരു റോസാപ്പൂവിൻ്റെ ചെടി വെച്ച് എല്ലാ ദിവസവും കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചാൽ ഞാൻ ചോദിച്ചോട്ടെ, വല്ലോ മാറ്റവും അതിനുണ്ടാകുമോ? വല്ലോ മാറ്റവും ഉണ്ടാകുമോ? ഇല്ല. ഇല്ല. അതേ സ്ഥാനത്ത് നമ്മുടെ ഏതെങ്കിലും നാട്ടിലെ പറമ്പിൽ കൊണ്ടുവന്ന് ഒരു റോസാപ്പൂവിൻ്റെ ചെടി വെച്ച് വെള്ളം ഒഴിച്ചാൽ അത് വളർന്നു വരും. കാര്യം അതിന് വളരുവാനുള്ളൊരു സാഹചര്യമുണ്ട്, ഒരു നനവുണ്ട്, പല രീതിയിൽ പല സാഹചര്യങ്ങൾ അതിനുണ്ട്. പക്ഷേ ഒരു മരുഭൂമിയിൽ അതിനെ നാട്ടിവെച്ചാൽ അതിന് വേരിറങ്ങാൻ കഴിയത്തില്ല. കാര്യം ചുട്ടുപൊള്ളുന്ന ആ ഒരു മണലാരങ്ങളിൽ അതിന് വേരിറങ്ങാൻ കഴിയത്തില്ല, അതിന് വളരുവാൻ കഴിയത്തില്ല, അതിന് ശാശ്വതമായി നിൽക്കുവാൻ കഴിയത്തില്ല. അത് വാടി കരിഞ്ഞ് ഉണങ്ങിപ്പോകും. എന്നാൽ ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത ഏതു മരുഭൂമിയിലും വനമാക്കി മാറ്റുവാൻ കഴിയും. കണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഏത് അവസ്ഥയ്ക്കകത്തു നിന്നും നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ശക്തിയെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ശക്തിയിൽ നിങ്ങൾ വളരുവാൻ ശ്രമിക്കണം. അപ്പോൾ ഒരു ചോദ്യം, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിന് ഈസി അല്ലേ നിങ്ങളുടെ അകത്തു നിന്നും ആ ശക്തിയെ ഒഴുക്കുവാനും വളർത്തുവാനും എളുപ്പമല്ലേ എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന് വളരെ എളുപ്പമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ ചില പ്രത്യേകത എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പറഞ്ഞ വാക്ക് കണ്ടോ, ദാഹിക്കുന്ന ഏവരും വാ, എന്നിലും വിശ്വസിക്കുന്നവൻ്റെ ഉള്ളത്തിൽ നിന്നും തിരുവഴുത്ത് പറയുന്നത് പോലെ. ആ വാക്ക് നോക്കിയാണേ, വിശ്വസിക്കുന്നവർ. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി, ഇതിന് അളവറ്റ വലിപ്പം. അപ്പോൾ വിശ്വസിക്കുന്നതിന് അളവുണ്ടോ? നമ്മൾ പറയും, ഞാനിപ്പോൾ ഉദാഹരണം ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞത്, നമ്മൾ ഈ ഈവിൾ വേൾഡിനെ പറ്റി പല ആൾക്കാർക്കും ഒത്തിരി പേര് പറയും, ബ്രദറെ ഞാൻ വലിയൊരു ആരോ എനിക്കിട്ടൊരു മന്ത്രവാദം ചെയ്തു, ഞാൻ വല്ലാത്തൊരു കുരുക്കിൻ്റെ അകത്ത് കിടക്കുന്നു, ഇന്നയാളാണ് എനിക്കിട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഊഹാപോഹം പറയരുത്. ഊഹാപോഹം പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ പറഞ്ഞ ഊഹാപോഹം അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ അത് നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. എന്തുകൊണ്ടെന്നാൽ യേശുവിനെ വിളിക്കുന്ന വ്യക്തിയുടെ നാവിൻ്റെ മേൽ വിശ്വാസം എന്ന ശക്തി വ്യാപരിക്കുന്നുണ്ട്. മലകളെ നീക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ഇത് നിങ്ങളൊരു പറയുവാണ്, എന്തോ സംതിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തോ സംതിങ് അവിടെ വന്നിരിക്കും അവിടെ. എന്തോ വലിയ തടസ്സമുണ്ട് ബ്രദറെ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത തടസ്സം അവിടെ ഉണ്ടായി വരും. കാര്യം നിങ്ങളുടെ നാവിലെ വിശ്വാസത്തിന് സൃഷ്ടിക്കുവാൻ പറ്റും. ആമേൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഭാവിയെ നോക്കിക്കൊണ്ട് ഇപ്പം നിങ്ങൾ ഉദാഹരണം പറഞ്ഞു, നിങ്ങളുടെ തലമുറയെ നോക്കിക്കൊണ്ട് നിങ്ങളിങ്ങനെ പറയുവാന്ന് വിചാരിച്ചു, ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയം അറിയും. അവനെ കാണുന്നവരൊക്കെയും തലമുറകളെ കാണുന്നവരൊക്കെ പറയും, യഹോവ അനുഗ്രഹിക്കപ്പെട്ട മക്കൾ. അപ്പോൾ എൻ്റെ തലമുറയെ കാണുന്നവരൊക്കെ പറയാൻ വേണ്ടി പോവാണ്, ഇവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയുക. അപ്പോൾ നിങ്ങളിത് പറയുമ്പോൾ മരുഭൂമിയുടെ അവസ്ഥയാണ് അല്ലേ? എന്തുവാ സാധ്യതയുള്ളത്? എങ്ങനെ വേരിറങ്ങാൻ വേണ്ടി പോകുന്നത്? എങ്ങനെയാണ് ഈ തലമുറ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത്? എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ശരിയാകാൻ വേണ്ടി പോകുന്നത്? ഒത്തിരി കടമകൾ കടക്കേണ്ടി വരും, നമ്മളെ കൊണ്ട് കൂട്ടത്തില്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവശക്തി ചലിക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ ദൈവശക്തിയുടെ പ്രത്യേകത, ഇത് മരുഭൂമിയെ എന്തായി തീർക്കാൻ പറ്റും? പൂന്തോട്ടമാക്കുവാൻ കഴിയുന്നതാ. ഒരു തണ്ട് കിളിർത്ത് പൂത്ത് കായ്ക്കുവാൻ മരുഭൂമിയിൽ വെള്ളത്തിനോ ഒന്നിനോ കഴിയത്തില്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ സാധ്യതകളെ തിരുത്തുവാൻ കഴിയും, നിങ്ങളുടെ അവസ്ഥകളെ ചേഞ്ച് ചെയ്യുവാൻ കഴിയും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ച്, യേശുക്രിസ്തു പറഞ്ഞു, വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്നും ഒഴുകണമെങ്കിൽ നിറയണമെങ്കിൽ തുളുമ്പണമെങ്കിൽ നിങ്ങളുടെ അകത്തുനിന്ന് നിങ്ങളായിട്ടൊരു പ്രോസസ്സിലേക്ക് പ്രവേശിക്കണം. ആമേൻ. അപ്പോൾ എന്താണ് ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വചനം പറയുന്നത് പോലെ ശ്രദ്ധിച്ചു നോക്കിക്കണേ. നിങ്ങളുടെ മേൽ യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കും.
അപ്പോൾ ഈ ശക്തിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ശക്തിയെ നമ്മൾ ഒതുക്കുക. ഈ ശക്തിയെ ആരെ ഒതുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് ഒതുക്കുന്നത്. നമുക്കെങ്ങനെ ശക്തിയെ ഒതുക്കുവാനും വളർത്തുവാനും കഴിയും? ശ്രദ്ധിച്ചോണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇപ്പം ഞാൻ പറയാം, ഈ മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടി. പല ആൾക്കാരും പറയും, ബ്രദറെ എനിക്കിതൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല, ഇതൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല, ഈ ഫോൺ മേടിച്ചിട്ട് എനിക്ക് കൂടി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കോൾ എടുക്കും, കോൾ കട്ട് ചെയ്യും, വല്ലപ്പോഴും ഒരു ടെക്സ്റ്റ് മെസ്സേജൊക്കെ നോക്കും. നിങ്ങൾക്ക് അത് കിട്ടിയത് കൊണ്ട് പ്രയോജനമില്ല. നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. അറിയത്തില്ല ബ്രദർ, എനിക്ക് വില കൂടിയൊരു മൊബൈൽ കിട്ടി, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തൊന്നുമില്ല എന്ന് പറയുന്നത്, അത് നിങ്ങൾ പറയുന്നത് പോലെ അത് വലിയൊരു കാര്യമൊന്നുമല്ല. ചിലർ പറയത്തില്ലേ, എനിക്ക് ബ്രദറെ എനിക്ക് മൊബൈൽ കിട്ടി, പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തൊന്നുമില്ല. അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. പഠിക്കണം. അറിയാവുന്നവരെ കൊണ്ട് ചോദിക്കണം, എങ്ങനെയാണ് ഈ മൊബൈൽ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് വാട്സാപ്പ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഈ ഓരോരോ സൂമും മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. പഠിക്കണമെങ്കിൽ ഒരാളുടെ സഹായം നമുക്ക് ആവശ്യമാണല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണമെങ്കിൽ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവവചനത്തിൻ്റെ അകത്തുള്ള സാധ്യതകളെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. ആമേൻ. ഇപ്പോൾ നിങ്ങൾ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ രാജ്യത്ത് ഒരു ദേവദാസൻ, അദ്ദേഹം 100 മരിച്ചവരെ ഉയർപ്പിച്ച ആളാണ്. 100 മരിച്ചവരെ റെക്കോർഡിക്കലി, അതായത് റെക്കോർഡായിട്ട് 100, ഇപ്പോഴല്ല കുറേ കാലം മുമ്പത്തെ കാര്യം പറഞ്ഞത്, ഇവിടുത്തെ ഈ രാജ്യത്തെ ഈ രാജ്യത്തുള്ള ഒരു രാജാവിൻ്റെ മകനെ വരെ ഉയർപ്പിച്ച ചരിത്രം, റെക്കോർഡായിട്ടുള്ള ചരിത്രമുണ്ട്. മരിച്ചവരെ ഉയർപ്പിച്ച ചരിത്രം. ആമേൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർക്ക് എന്തുകൊണ്ട് നടക്കുന്നു, നമുക്ക് എന്തുകൊണ്ട് നടക്കുന്നില്ല? കാരണം അവരുടെ അകത്തിരിക്കുന്ന ദൈവശക്തിയെപ്പറ്റി അവരെപ്പോഴും ചിന്തിക്കുവാൻ തുടങ്ങി. നമ്മളിപ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, കർത്താവേ എൻ്റെ കൊച്ച് എങ്ങനെയൊക്കെ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. അല്ല, നിങ്ങൾ ചിന്തിക്കണം, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. അപ്പോൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെങ്ങനെയാണ്? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ? യഹോവയെ അനുഗ്രഹിച്ചാൽ എൻ്റെ തലമുറ എന്തായിത്തീരും? ചുമ്മാ ഇരുന്ന് ചിന്തിക്കണം. യഹോവ അനുഗ്രഹിച്ചാൽ എങ്ങനെയായിത്തീരും? ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ അകത്തോട്ട് ഒത്തിരി കാര്യങ്ങൾ വരും. ഈ ഒത്തിരി കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തകളെ ഫോക്കസ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ അകത്തിരിക്കുന്ന ശക്തിയുടെ സാധ്യതകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ശക്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്തിരിക്കുന്ന ശക്തിയുടെ അറിവിനാണ്. ഇപ്പം ഞാൻ പറയത്തില്ല, ഇപ്പം നമ്മൾ പറയും ഒരു ബോംബിന് ഭയങ്കര ശക്തിയാണ്. എന്താ അതിൻ്റെ ശക്തി? സകലത്തെയും എക്സ്പ്ലോർ ചെയ്യാനുള്ള പവർ. ഇതേപോലെ തന്നെ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രത്യേകത, നിങ്ങൾ ആ ശക്തിയെപ്പറ്റി മനസ്സിലാക്കണം. ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണം, ശക്തി ലഭിച്ചിട്ടേ നിങ്ങൾ ഈ നഗരത്തിൽ നിന്ന് പോകാവുള്ളൂ. യെശയ്യാവിൽ പറയുന്നു, ആത്മാവ് വരുമ്പോൾ മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്നും മരുപ്പച്ചയിലയുടെ അവസ്ഥയിലേക്ക് പോകും, അതൊരു വനമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറും. നോക്കിക്കേ, ഉദ്യാനത്തിൽ, മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തിയോ സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയതയുമായിരിക്കും. ആമേൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അപ്പോസ്തല പ്രവൃത്തിയിൽ യോവേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രവചിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള കഴിവാണ്, എബിലിറ്റിയാണ് പ്രവചനം. നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കുന്നതാണ് പ്രവചനം. എന്തിനാണ് അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഇത് പല ആൾക്കാരും, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു പരിധിക്കപ്പുറം കയറി വരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അകത്ത് ദൈവശക്തിയെ പറ്റിയുള്ള അറിവ് കുറവാണ്. നമ്മൾ അറിഞ്ഞതിനെ, നിങ്ങളതിനെ ഉപയോഗിക്കുന്നതിലൂടെ
ദൈവശക്തിക്കകത്തു നിന്ന് നിറവ് വരും. ഒന്നുകൂടെ ഞാൻ പറയാം, നമുക്കറിയാം, നമ്മൾ ഈ ഉറവ, നമ്മുടെ നാട്ടിലൊക്കെ ഉറവകളുണ്ടല്ലേ. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഈ ഒരു കല്ലുവട്ടാൻകുഴി പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ ചെറുപ്പകാലത്ത് മഴക്കാലമാകുന്ന സമയത്ത് ആ സ്ഥലത്തോട്ട് ചെല്ലുമ്പോഴേക്കും അവിടെ ഇങ്ങനെ ചെറിയൊരു മല പോലെയാണ്. അപ്പോൾ അതിൻ്റെ താഴെ വശത്തായിട്ട് ഇങ്ങനെ ആ മലയുടെ ആ ചെരുവിൽ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ വെള്ളം പൊട്ടി പൊട്ടി ഒലിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കും, ചെറുതായിട്ട് ഉറവ. ഞാനത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഉറവയെ വരുന്നിടത്തുനിന്ന് ചെറുതായിട്ട് ഈ കല്ലുകൊണ്ട്, നമ്മുടെ എന്താ പറയുന്നത്, കല്ലുകൊണ്ട് പയ്യെ അതിനെ എന്ത് ചെയ്യും, പൊട്ടിച്ച് ആ ഉറവയിലോട്ട് കൂടുതൽ വെള്ളത്തെ ഒഴുക്കുവാൻ ശ്രമിക്കും. ചെറിയ ഉറവയാണ്. ആ ഉറവ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ ചെറിയൊരു കല്ലുകൊണ്ട് അതിനെ തട്ടി ആ ഹോള് വലുതാക്കാൻ നോക്കും. നോക്കിയേ, ഇതേപോലെ തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ ഇരിപ്പുണ്ട്. ആ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളിലിരിക്കുന്ന ദൈവശക്തിയിൽ നിങ്ങൾ നിറയണം. അപ്പോൾ പലരും പറയും, ബ്രദറെ, എങ്ങനെയാണ് നിറയുന്നത്? ദൈവശക്തി എങ്ങനെയാണ് നിറയുന്നത്? ഇനി ഞാൻ പറഞ്ഞു തരാം. എത്ര പേർക്ക് നിങ്ങൾക്കൊരു ഉദാഹരണം പറയാൻ പറ്റുമോ? നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയുന്നത് എങ്ങനെയാണെന്ന് പറയാം? അനുദിനം വചനം വായിക്കുകയും അതിൽ നിന്ന് ശക്തി പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും അന്യഭാഷയിൽ ആരാധിക്കുകയും വചനം പറയുകയും ചെയ്യുമ്പോൾ ദൈവശക്തി വ്യാപരിക്കും. വചനമായിട്ട് വചനം കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലേ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു ആത്മാവിൻ്റെ നിറവിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ കാര്യം ശ്രദ്ധിച്ചോണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കിലേക്ക് ഞാൻ വരാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നോക്കിയേ, ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ആരുടെ ഉള്ളത്തിൽ നിന്നാണ് ജീവജലത്തിൻ്റെ നദികൾ ഉണ്ടെങ്കിൽ വാക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധ ആത്മാവിനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങൾ ഇനി വാക്യം ശ്രദ്ധിച്ച് നോക്കിയേ, എങ്ങനെയാണ് തിരുവെഴുത്തിൽ പറയുന്നത് പോലെ ഈ നദി അല്ലെങ്കിൽ ഈ ശക്തി ഒഴുകുന്നത്? എങ്ങനെയാണ്, എപ്പോഴാണ് ഈ ശക്തി ഒഴുകുന്നത്? അപ്പം വിശ്വസിക്കുമ്പോൾ ഒഴുകുമെങ്കിൽ നോക്കിക്കേ, അപ്പം ദൈവശക്തിയുടെ ഒഴുക്ക് ഒരു വ്യക്തിയുടെ അകത്തു നിന്നും വിശ്വസിക്കുന്നതിലൂടെ ഒഴുകുമെങ്കിൽ നിറഞ്ഞാലല്ലേ ഒഴുകാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം, ഒരു വെള്ളം ഒഴുകണമെങ്കിൽ നിറയണം. യേശു പറയുന്നു, വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്നും ഒഴുകണമെങ്കിൽ നിറയണം. നിറയുമ്പോഴാണ് ഒഴുക്കുണ്ടാകുന്നത്. ആമേൻ. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നതിലൂടെ, അപ്പോൾ ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിൽ നിറയുന്നു. നിങ്ങൾ കണ്ടോ? ആത്മാവിൽ നിറയുന്നു. വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് നിറവുകളുണ്ടാകുന്നു. അവിശ്വസിക്കുമ്പോൾ അതിനെ തടം കെട്ടിവെക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വസിക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തിയിൽ നിറയുന്നു, അവിശ്വസിക്കുമ്പോൾ തടകെട്ടുന്നു. അപ്പോൾ എത്രത്തോളം വിശ്വസിക്കുന്നു അത്രത്തോളം നിറയുകയും അത്രത്തോളം ഒഴുകുകയും ചെയ്യുന്നു. ആമേൻ. ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത്, അപ്പോൾ ഇനി വിശ്വാസം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ, അപ്പോൾ ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്? വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകുന്നതാണ്. ആമേൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയമറിയും, എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, എവിടെ മുതലാണ് നിറവ് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളുടെ തലമുറയെ നോക്കുമ്പോൾ മരുഭൂമിയുടെ അവസ്ഥയാണ്. ഒരു പൂന്തോട്ടവും ഇല്ല, വനവുമില്ല. ഇവർക്കിനി എന്തായി തീരണം? ഇവർ പൂന്തോട്ടമാകണം, വനമാകണം. അപ്പോൾ എന്ത് സംഭവിക്കണം? ഇവരുടെ മേലൊരു ഒഴുക്ക് വരണം.
ശ്രദ്ധിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്ക് വരണമെങ്കിൽ ആത്മാവിൻ്റെ നിറവ് വെളിപ്പെടണം. ആത്മാവിൻ്റെ നിറവ് വെളിപ്പെടണമെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണമെങ്കിൽ എപ്പോഴും ഓർത്തോണേ, വിശ്വാസം ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. വിശ്വാസം എന്നതോ, കണ്ടോ, വിശ്വാസം എന്നതോ, വിശ്വാസത്തിന് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. വിശ്വാസത്തിൻ്റെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പോൾ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് കാണാത്ത കാര്യങ്ങളെപ്പറ്റി, നോക്കിക്കേ, കാണാത്ത കാര്യങ്ങളെ. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം പറയുകയാണ്, നിങ്ങൾ ഒരു വചനം പറയുന്നു, എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ തലമുറ യഹോവയാൽ എന്തായി തീരുമെന്ന് നിങ്ങൾ കാണണം. നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ നിറവിലേക്ക് എന്ത് ചെയ്യും? ശക്തി വ്യാപരിക്കും. ആമേൻ. ആ ശക്തി, അതുകൊണ്ടാണ് ഒരിക്കൽ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, എന്തുകൊണ്ട് ഞങ്ങൾക്കിത് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് എടുത്തായിരുന്നല്ലോ. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പോൾ നിങ്ങളുടെ അകത്തൊരു നിറവിലേക്ക് നമ്മൾ എപ്പോഴാണ് പോകുന്നത്? നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുവാണ്, എൻ്റെ തലമുറ. അപ്പം ഞാനതുകൊണ്ട് എപ്പോഴും പറഞ്ഞില്ലേ, നമ്മുടെ അകത്തിരിക്കുന്ന ദൈവികമായിട്ടുള്ള പ്ലാനുകൾക്ക് നിങ്ങൾ ഒരിക്കലും ലിമിറ്റേഷൻ വെക്കരുത്. എങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇതെങ്ങനെ സംഭവിക്കുമെന്നല്ലതല്ല, അവിടെയാണ് വിശ്വാസം പറയുന്നു, യഹോവയാൽ അവർ അനുഗ്രഹിക്കപ്പെടും. കണ്ടോ, യഹോവയാൽ അവർ അനുഗ്രഹിക്കപ്പെടും. അവരെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട സന്തതി എന്ന് പറയും. അപ്പോൾ യഹോവ എന്തു ചെയ്യും? അവരെ അത്ഭുതമാക്കി മാറ്റും. അപ്പോൾ നിങ്ങൾ യഹോവയിലോട്ട് നോക്കണം. യഹോവ എന്തു ചെയ്യും? ആ തലമുറകൾ, മറ്റുള്ളവർ എൻ്റെ തലമുറയെപ്പറ്റി പറയും, ഇത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് എൻ്റെ തലമുറയെ നോക്കി പറയുന്നത്. നിങ്ങൾ ആരൊക്കെയാണോ പറയുവാൻ ആഗ്രഹിക്കുന്നത് അവർ പറയുന്നതായിട്ട് നിങ്ങൾ എന്തു ചെയ്യണം? കാണാത്ത കാര്യങ്ങളെ കാണണം. ആത്മനിറവ് നമ്മളിൽ സംഭവിക്കണമെങ്കിൽ, പരിശുദ്ധാത്മ ശക്തിയുടെ നിറവ് നിങ്ങളിൽ സംഭവിക്കണമെങ്കിൽ, കാണാത്ത കാര്യങ്ങളെ നിങ്ങൾ എപ്പോഴാണോ ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവചനം? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കാണാനുള്ള എബിലിറ്റിയാണ് പ്രവചനം. നിങ്ങളുടെ അകത്ത് അതുണ്ട്. നിങ്ങളങ്ങനെ കാണാൻ കഴിയുന്നവരാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനെ വിശ്വാസത്താൽ കാണുന്നുവെങ്കിൽ ആ കാണുന്ന കാര്യങ്ങൾ നടക്കും. ആമേൻ. അതുകൊണ്ട് ഞാൻ പറയാം, കാണുന്ന കാര്യങ്ങൾ നടക്കുവാനുള്ള എബിലിറ്റി ഉള്ളവരാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ അകത്ത് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവശക്തിയെ ലിമിറ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പം ആത്മാവുള്ളവൻ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയുവാൻ കഴിയുന്നത്. നമ്മളിപ്പം ജീവിതത്തിൽ പല കാര്യങ്ങളും വെളിപ്പെടുന്നതും പ്രവചനമാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രവചനം 3 തരത്തിലുണ്ട്. വേർഡ് ഓഫ് വിസ്ഡം ഉണ്ട്, വേർഡ് ഓഫ് നോളജ് ഉണ്ട്, ഡിസേണിങ് സ്പിരിറ്റ് ഉണ്ട്, വിവേചനത്തിൻ്റെ ആത്മാവുണ്ട്. പല രീതിയിലുണ്ട് പ്രവചനത്തിൻ്റെ തന്നെ. അപ്പോൾ ഇവിടെ വചനം പറയുന്നു, നിങ്ങൾ കാണാത്ത കാര്യങ്ങളെ കണ്ടിട്ട് അവയെപ്പറ്റി സംസാരിക്കണം നിങ്ങളോട് തന്നെ. അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തു നിന്നും ഒഴുകുവാൻ ആരംഭിക്കും. ഹല്ലേലൂയ.
അപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന സംഭവം ചില പറയത്തില്ലേ, ബ്രദറെ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട് ബ്രദറെ, അങ്ങനെ പറയുന്നത് കൊണ്ട് വിശ്വാസം കാണിക്കാൻ പറ്റത്തില്ല. വിശ്വാസം എങ്ങനെയാണ് ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുന്നത്? വിശ്വസിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ പറയുവാൻ തുടങ്ങുമ്പോൾ അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ. ഒന്നുകൂടെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാവേ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണേ. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയെ അറിയും, അവരെ കാണുന്നവർ ഒക്കെയും. അപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, ഒന്ന് കണ്ണടച്ചേ. നിങ്ങളുടെ തലമുറ ഇല്ലാതെ ഭാരപ്പെടുന്നവരുണ്ടോ? ആ ഉദരത്തിൻ്റെ അകത്ത് യേശുവിൻ്റെ നാമത്തിൽ ആണിനെയാണോ പെണ്ണിനെയാണോ ഏത് തന്നാലും കർത്താവിൽ സന്തോഷമാണ്. ഇനിയിപ്പം 2 തലമുറയും കണ്ടു, ആണിനെയും പെണ്ണിനെയും കണ്ടു, ഇരട്ടപ്പിള്ളേരുണ്ടാകട്ടെ. 2നെയും കണ്ടുകൊണ്ട് പറ, എൻ്റെ തലമുറയെ കാണുന്നവരൊക്കെ പറയും ഇത് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പോൾ ബ്രദറെ, ഞങ്ങളിത് പറയുന്നത് കൊണ്ട് ബ്രദറെ എന്താണ് നടക്കുന്നതിൻ്റെ തെളിവ്? 2 തെളിവ് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങളുടെ അകത്ത് ഈ ശക്തി വ്യാപരിക്കുന്നു. ഏത് ശക്തിയാണ്? സൃഷ്ടിക്കുവാൻ കഴിയുന്ന ശക്തി. ഈ ശക്തി അകത്തു നിറയുമ്പോൾ മരുഭൂമി ഉദ്യാനമായിത്തീരും, ഉദ്യാനം വനമായിത്തീരും. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളുമായി കണക്റ്റ് ചെയ്യുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആ പരിശുദ്ധാത്മാവിലുള്ള എബിലിറ്റിയാണ് പ്രവചനം. നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയും. എങ്ങനെ കാണാൻ പറ്റും? നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ബ്രദറെ, എന്തുകൊണ്ടാണ് പലതും നടക്കാതെ പോകുന്നത്? പറഞ്ഞു തരാം. നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയുക, എൻ്റെ തലമുറയുടെ കാര്യം ബ്രദറെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. നോക്കിക്കൊന്നുകൂടെ ഞാൻ പറയാവേ, എൻ്റെ തലമുറയുടെ കാര്യം ശരി ആകുന്നില്ല. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? കാരണം നിങ്ങൾ കാണുന്നതാണ് പറഞ്ഞത്. വിശ്വാസം എന്താണ്? കാണാത്ത കാര്യങ്ങളെ പറ്റിയുള്ള ഉറപ്പ്. അപ്പം കാണാത്ത കാര്യം എന്തുവാ? അവരെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുന്നു. പക്ഷെ അത് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം എന്തുവാ? ഞാൻ ശ്രദ്ധിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. അയ്യോ ബ്രദറെ, എനിക്കിപ്പോൾ ഞാൻ യഹോവ വന്നാൽ ഞാനായിരിക്കും ഫസ്റ്റ് വിശ്വാസി. അല്ല. വിശ്വസിക്കുന്നവൻ്റെ പ്രത്യേകത ഞാൻ പറയാം. കോടതി ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, കോടതി ചെല്ലുമ്പം ഈ ജഡ്ജി അവിടെ വന്നിട്ട് പറയുന്നൊരു കാര്യം, ഒരു വാക്കുണ്ട്, സത്യം മാത്രമേ ഇവിടെ പറയാവുള്ളൂ. അപ്പം നമ്മളത് സത്യം ചെയ്തതിന് ശേഷം അവിടെ ചെല്ലുന്ന ആൾക്കാർ എന്ത് ചെയ്യും? സത്യം മാത്രം പറയും. അപ്പം ആ വ്യക്തി എന്താണോ കണ്ടത് അത് പുള്ളി വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്ന കാര്യത്തെ പ്രസ്താവിക്കുന്നു. കണ്ടോ? വിശ്വസിക്കുന്ന കാര്യത്തെ നാം പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ പ്രസ്താവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ ഒത്തിരി തവണ പറഞ്ഞൊരു ഉദാഹരണം വീണ്ടും പറയുവാണ്. ഞാൻ പണ്ടൊരു ഒരു കേട്ട ഒരു സാക്ഷ്യത്തിൻ്റെ അകത്തുനിന്നുകൊണ്ട് പറയുവാണ്. ഇതെൻ്റെ ഉള്ളത്തിൽ വന്നുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുക. പണ്ട് ക്യാൻസർ രോഗിയായിട്ടുള്ളൊരു അമ്മച്ചീനെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു. ആ അമ്മച്ചി രോഗക്കിടക്കയിൽ കിടക്കുവാണ്. പലരും കാണാൻ വേണ്ടി വന്ന് ഓറഞ്ചും ആപ്പിളും എല്ലാമായിട്ട് ആൾക്കാർ വന്നത്. കാര്യം അമ്മച്ചിക്ക് ഇനി അധികം നാൾ ജീവിക്കാൻ പറ്റത്തില്ല. ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനിയിപ്പം മരണത്തിന് കീഴടങ്ങുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ അമ്മച്ചി മരണക്കിടക്കെ കിടക്കുമ്പം യൂട്യൂബിലൊക്കെ ലൈവിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് അവിടെയുണ്ട്. ആ ലിങ്കിലൂടെ പ്രാർത്ഥനയിൽ പ്രവേശിക്കാമെന്നാണ്. അപ്പോൾ ഈ അമ്മച്ചിയെ കാണാൻ വരുന്നവരെല്ലാം സഹതാപത്തോടെ നോക്കുന്നു, സങ്കടത്തോടെ നോക്കുന്നു, നിരാശയോടെ നോക്കുന്നു, മരണഭയത്തിൽ നോക്കുന്നു. ഒരു ദിവസം ആരോ കൊണ്ടുവന്ന് ഒരു ബുക്ക് കൊടുത്തു, ഒരു ദേവദാസൻ്റെ ബുക്ക് കൊടുത്തു. അതിൻ്റെ അകത്ത് അദ്ദേഹം തുടങ്ങിയത് തന്നെ, ബുക്കിൻ്റെ ബുക്ക് ഇങ്ങനെ വിശ്വാസത്തെ പറ്റിയുള്ള ബുക്കായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ എഴുതിയേക്കുന്ന വാചകം ഇതാണ്: വിശ്വാസം എന്നത് ആശിക്കുന്നതിനൊപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കർത്താവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു നിങ്ങൾ വിശ്വസിച്ചിട്ട് രോഗം സൗഖ്യമായ വ്യക്തിയെപ്പോലെ നിങ്ങൾ ആക്ട് ചെയ്യണം, അഭിനയിക്കണം. നോക്കിക്ക്, സൗഖ്യമായ വ്യക്തിയെപ്പോലെ അഭിനയിക്കുക എന്നുള്ളതല്ല, അതേപോലെ പെരുമാറണം. അഭിനയിക്കുക എന്നുള്ള വാക്കല്ല, പെരുമാറണം. അപ്പോൾ ഈ അമ്മച്ചി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എണീറ്റ് നടക്കാൻ പോലും പറ്റത്തില്ല, ദേഹത്തൊക്കെ വേദന, ബുദ്ധിമുട്ട്, ഈ കീമോയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ അമ്മച്ചി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് പറയും, എനിക്കിതേ എൻ്റെ ക്യാൻസറൊക്കെ മാറി കേട്ടോ, ഇപ്പം ഞാൻ പൂർണ്ണ സൗഖ്യമായി. കാണുന്നവർക്കെല്ലാം അതിശയം, അമ്മച്ചിക്ക് ഇപ്പം മാനസിക രോഗം കൂടെ വന്നോ?
കിടപ്പ് കണ്ടോ, നിപ്പ് കണ്ടോ, നടപ്പ് കണ്ടോ, ഇതെല്ലാം കാണുമ്പോൾ 100% രോഗിയാണ്. അമ്മച്ചി എന്തെന്നറിയാവോ? അമ്മച്ചിക്ക് 6 മാസമോ 5 മാസം കണ്ടാണ് ആയുസ് പറഞ്ഞിരിക്കുന്നത്. അമ്മച്ചി ഒരു ബുക്ക് എടുത്തിട്ട് എഴുതാൻ തുടങ്ങി, ജൂലൈ മാസം ഞാൻ എൻ്റെ മൂത്ത മോളുടെ വീട്ടിൽ പോകും, വേറെ എങ്ങാണ്ടാണ്. രണ്ടാമത്തത് ഓഗസ്റ്റ് മാസം 2000 ഇന്ന വർഷം. അങ്ങനെ ഓരോ 2-3 വർഷത്തേക്ക് താൻ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നു അതെല്ലാം അമ്മച്ചി എല്ലാ ദിവസവും എഴുതാൻ തുടങ്ങി. അതായത് 6 മാസം കഴിഞ്ഞ് അമ്മച്ചി മരിക്കും, ഡോക്ടർ അങ്ങനെ പറഞ്ഞേക്കുക. പക്ഷേ അമ്മച്ചി 3 വർഷത്തേക്കുള്ളത് എഴുതാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം ക്യാൻസറൊക്കെ ഉള്ളവർക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് റൊട്ടീൻ ചെക്കപ്പ് ഉണ്ടല്ലേ. അങ്ങനെ ഓരോ ചെക്കപ്പിന് ചെല്ലുമ്പോഴും രോഗം അവിടെ തന്നെയുണ്ട്. പക്ഷേ ഒരു ചെക്കപ്പിന് ചെന്ന സമയത്ത് ഡോക്ടർക്കൊരു അതിശയം. കാരണം ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു തരി പോലും ഇപ്പോൾ ക്യാൻസർ ഇല്ല. കണ്ടോ? എന്താ അവിടെ സംഭവിച്ചതെന്നറിയാവോ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു എബിലിറ്റി ഉണ്ട്, പ്രൊഫറ്റിക്കൽ സ്പിരിറ്റ് ഇരിപ്പുണ്ട്. ഭാവിയെ കാണാൻ കഴിവുള്ളൊരാത്മാവുണ്ട്. ഈ ആത്മശക്തിയെ നിങ്ങൾ ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. ഈ ആത്മശക്തിയെ നിങ്ങൾ ഇൻവോൾവ് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അജ്ഞതയുണ്ട് ഇതിനെപ്പറ്റി, അല്ലേ? നമ്മൾ ഓർക്കുന്നു കർത്താവ് എല്ലാം ചെയ്യുമായിരിക്കുന്നു. ഒരിക്കലുമല്ല. ദൈവം നമുക്ക് ഈ ശക്തി തന്നിരിക്കുന്നത്, ഈ എബിലിറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ ശക്തി എന്നുള്ള വാക്കിന് കൊടുത്തേക്കുന്ന പദം എബിലിറ്റി എന്ന, കഴിവ്, ദൈവത്തിലുള്ള കഴിവ്, എബിലിറ്റി. ഈ കഴിവാണ് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്. ഈ കഴിവ് ഉള്ളവർ ഈ കഴിവിനെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറഞ്ഞില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളെ നിർബന്ധിക്കത്തില്ല പരിശുദ്ധാത്മാവ്. പക്ഷെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പോൾ ഇന്ന് മുതൽ പറയണം, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാനാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ തലമുറയെപ്പറ്റി, നിങ്ങളുടെ അകത്തിരിക്കുന്ന പ്രൊഫറ്റിക്കൽ സ്പിരിറ്റ് അഥവാ ആ ഒരു എബിലിറ്റിയിൽ വാഴുന്ന ദൈവശക്തിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കുന്ന അറിയാവോ? നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കാണാൻ പഠിക്കണം. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ കാണണം. ഇതാണ് ഫെയ്ത്ത്. വിശ്വാസിക്ക് മാത്രമേ അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. ഒരു വിശ്വാസിക്ക് മാത്രമേ ഫ്യൂച്ചറിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. ആ ഫ്യൂച്ചറിനെ നിങ്ങൾ യൂസ് ചെയ്യണം. 2026 എൻ്റെ കൊച്ച് നേരെയാകുമോ? 2026 സഞ്ചരിക്ക്, വിശ്വാസത്താൽ സഞ്ചരിക്ക്. 2026 എൻ്റെ കൊച്ചിനെ കാണുന്നവരൊക്കെ പറയും, ഇത് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന്. വാ തോരാതെ എൻ്റെ തലമുറയെപ്പറ്റി പറയുന്നത് ഞാൻ കാണുന്നു. ഇതാ പ്രയർ ലൈഫ്. ഇതാണ് നിങ്ങളുടെ പ്രയർ ലൈഫിൽ നിങ്ങൾ കാണേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നൊരു പദമുണ്ട്, ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് വിശ്വാസി ജീവിക്കുന്നത്. ഒരിക്കലും വിശ്വാസി ജീവിക്കേണ്ടത് പ്രസൻറ്റിലല്ല, വിശ്വാസി ജീവിക്കേണ്ടത് ഫ്യൂച്ചറിലാണ്. വിശ്വാസി പ്രസൻറ്റിൽ ജീവിച്ചാൽ തകർന്നു പോകും. നിങ്ങൾ പ്രസൻറ്റ് സിറ്റുവേഷൻ ഒരിക്കലും ജീവിക്കരുതേ. ഇപ്പം നിങ്ങൾ പറയാം, എൻ്റെ ബ്രദറെ എനിക്കറിയത്തില്ല ബ്രദറെ, ഞാൻ വല്ലാത്തൊരു സിറ്റുവേഷൻ്റെ അകത്തിരിക്കും. ഞാൻ പറയത്തില്ല, ഇതല്ല നിങ്ങളുടെ ജീവിതം, ഇതൊക്കെ മാറും. അപ്പോൾ നിങ്ങൾ ജീവിക്കേണ്ടത് ഇപ്പോഴത്തെ പ്രസൻറ്റിലല്ല ജീവിക്കേണ്ടത്, പ്രശ്നങ്ങളിലല്ല ജീവിക്കേണ്ടത്, ഫ്യൂച്ചറിൽ ദൈവവചനത്തിൻ്റെ നിവൃത്തിയിലാണ് നാം ജീവിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇല്ല, ഇതൊന്നും എന്നെ തൊടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാവേ. പിശാചിൻ്റെ തന്ത്രം എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള റിയാലിറ്റിക്കകത്ത് നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കുക. ഇതുകൊണ്ട് തീരുവെന്ന് നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ മാക്സിമം കൺവിൻസ് ചെയ്യിപ്പിക്കും. അവിടെയാണ് നമുക്ക് പലപ്പോഴും കയറി വരാൻ കഴിയാത്തത്. നമ്മൾ ജീവിക്കുന്നത് പ്രസൻറ്റിലല്ല. ഇപ്പം ഞാനിപ്പോൾ പറയുക, ഉദാഹരണമായിട്ട് ഞാൻ പറയും, ഇപ്പോഴത്തെ കാര്യം ഭയങ്കര മോശമാണ്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുക, ഇതൊക്കെ ഇനി എന്ന് മാറാൻ? ഉറപ്പായിട്ടും മാറും. ഞാൻ ഈ വചനം പറയുന്നുണ്ട്. ഞാൻ കണ്ടോ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക.
ആ വചനത്തിൻ്റെ അകത്ത് വിശ്വസിച്ച് ദൈവശക്തിയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓവർഫ്ലോ ഒഴുകിയാൽ, അതാണ് യേശു പറഞ്ഞത്, വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്നും തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും. എഫേസ്യർ 1:19 വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ലൂക്കോസ്ലീഗയുടെ സുവിശേഷം ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. അപ്പോസ്തലർ പ്രവൃത്തി 2 അവർ ദൈവത്തിൻ്റെ ശക്തിയിൽ ആത്മാവിൽ നിറഞ്ഞു. കണ്ടോ? അപ്പം ആത്മാവിൽ നിറയുന്നില്ല നമ്മളാരും. ആത്മാവിൽ നിറയുവാൻ, അവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ 1 മാസം തുടർച്ചയായിട്ട് അന്യഭാഷ പറയുകയും 1 മാസം തുടർച്ചയായിട്ട് 2 മണിക്കൂർ അന്യഭാഷ പറയുകയും ആ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ വചനവും കൂടെ പറഞ്ഞുകൊണ്ട് ഒറ്റ മാസം മുടങ്ങാതെ ചെയ്താൽ, പ്രിയരെ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വർഗീയ നന്മകൾ നിങ്ങളിൽ തുറന്നു വരുന്നത് കാണാൻ പറ്റും. അസാധാരണമായി കാണാൻ പറ്റും. നിങ്ങളിൽ ഉണ്ടത്, അത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ എന്ത് ചെയ്യണം? വിശ്വാസത്തെ നിങ്ങൾ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടിയേക്കുന്നൊരു കഴിവാണ് ഫ്യൂച്ചറിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു ഉദാഹരണം അവിടെ പറഞ്ഞ് തീർക്കാവേ, ശ്രദ്ധിച്ചോണേ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പല പിള്ളേരും പറയും, എനിക്ക് ഡോക്ടറാകണം, എനിക്ക് എൻജിനീയർ ആകണം, എനിക്ക് പലരാകണം. പക്ഷേ അവർ ഭാവിയിലേക്ക് വരുന്ന സമയത്ത് ഡോക്ടർ ചിലപ്പോൾ എല്ലാവരും ഡോക്ടർ ആകത്തില്ല. എന്നാൽ എൻ്റെ കൂടെ പഠിച്ച സമയത്ത് ഞാനും സ്കൂളിൽ വെച്ച് പറഞ്ഞു എനിക്ക് ഡോക്ടർ ആകണം എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടർ ആയില്ല. കണ്ടോ? അന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ ഡോക്ടർ ആകും. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി ഡോക്ടർ ആയില്ല. അപ്പോൾ നമ്മുടെ ചിന്തയിൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകാൻ കഴിയത്തില്ല. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് സാധാരണക്കാരന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വിശ്വാസിക്ക് വ്യക്തമായി അറിയാൻ പറ്റും. ഇതാണ് പ്രൊഫറ്റിക്കൽ സ്പിരിറ്റ്. വചനത്തിൻ്റെ അകത്ത് നമുക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ഭാവി എന്താണെന്നുള്ളത് കാണാൻ പറ്റും. നമുക്ക് അത് കാണാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാണാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ആ വചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വേണം പ്രാർത്ഥിക്കാനിരിക്കാൻ. കണ്ണടയ്ക്കുമ്പോൾ മൊത്തം കാണും ചിട്ടിക്കാരൻ്റെ വിഷയമല്ല. യഹോവ, ഇതിനിപ്പോൾ ഒരു കടവാരത്തിന് ഇവിടെ പറഞ്ഞിട്ടങ്ങ് പറയാം. ആമേൻ. ഇപ്പം ഉദാഹരണം പറയാം, വലിയ കടത്തിൻ്റെ അകത്തിരിക്കും. ഞാൻ പണ്ട് ഭയങ്കര കടഭാരത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ഭയങ്കര കടത്തിൻ്റെ അകത്തിരിക്കുന്ന സമയം. കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. എന്നാ ചെയ്യും ഇങ്ങനെ ചിന്തയാണ്. പക്ഷെ കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വചനം ഇങ്ങനെ പറയാണ്, ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളും യഹോവ എൻ്റെ കളപ്പുരകളെ ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിക്കും, വാരി വിതറി കൊടുക്കും, വായ്പ മേടിക്കത്തില്ല, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അപ്പം യഹോവ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ വഴി തുറക്കുന്നതും പലയിടങ്ങളിൽ നന്മ വരുന്നതുമൊക്കെ ഞാനിങ്ങനെ കാണും. പക്ഷെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒന്നുമില്ല, ആരും സഹായിക്കാനില്ല. പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ ലോക്കായി കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിന് ഫ്യൂച്ചറിലേക്ക് പോകാൻ പറ്റും. കണ്ടോ? ഫ്യൂച്ചറിലേക്ക് നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയും. ഈ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് ആത്മനിറവുണ്ടാകുന്നില്ല. ആമേൻ. ആത്മനിറവ് സംഭവിക്കാത്തപ്പോൾ നമ്മളൊരു സാധാരണക്കാരനെ പോലെ സംസാരിക്കുവാനും നമുക്ക് വചനമൊക്കെ അറിയാം, പക്ഷെ നമ്മുടെ പെരുമാറ്റം മുഴുവൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും നിങ്ങൾ വിശ്വസിക്കുന്ന എത്രത്തോളം, എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നുള്ളത് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അറിയാൻ പറ്റും. നമുക്ക് തുടർമാനമായിട്ട് ഈ വചനങ്ങൾ ധ്യാനിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഒരുമിച്ച് എൻ്റെ കൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, ഞങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ സംഗീതം എന്ന് പറയുന്ന ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇന്ന് സൂമിലോ ലൈവിലോ കേൾക്കുന്നുണ്ടോ? സംഗീതം എന്ന് പറയുന്ന ഒരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് സംഗീതം എന്നാണ് വിളിക്കുന്നത്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരെങ്കിലും, സംഗീതിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ആ കുടുംബത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, ആമേൻ പറഞ്ഞ് ആ തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്തോണേ. ദൈവം ഭാവിയെ തുറക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ.
അത്ഭുതകരമായ പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. ദൈവപ്രവർത്തിക്കായിട്ട് ഞങ്ങൾ വേർതിരിക്കുന്നപ്പ കർത്താവ് കൂടെ ഉണ്ടല്ലോ, കർത്താവിൻ്റെ കൃപ കൂടെ ഉണ്ടല്ലോ. ഈ സൂമിലോ ലൈവിലോ ആ വ്യക്തിയെ കുടുംബമോ കേൾക്കുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞത് സ്വീകരിച്ചോണേ. ഈ സമയത്ത് ഈ കൈമുട്ടിൻ്റെ അവിടെ ഈ വേദന അനുഭവിക്കുന്ന ആളുകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച് ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒന്നും ആ രോഗം, ആ വേദന ഇപ്പോൾ മാറുക, നാളെയല്ല ഇപ്പം മാറുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് കൈയെടുത്ത് വെച്ച്. ആ വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഈ കൈമുട്ടിൻ്റെ അവിടെ വേദന അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഒന്ന് കൈയെടുത്ത് വെച്ച്, ഒന്ന് കൈവച്ച് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് കൈവച്ച്. ആ വേദന വേണ്ട കേട്ടോ. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ മ്യൂട്ട് മാറ്റിയവരെല്ലാം ശ്രദ്ധിച്ചോണേ. കൈയെടുത്തോടെ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ആ വേദനയെ ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുന്നു. നിങ്ങൾ മ്യൂട്ട് ചെയ്തേ, മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇതിന് ശേഷം എനിക്ക് ചോദിക്കാൻ വേണ്ടിയാണ്. കർത്താവ്, ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പം കൈയെടുത്ത് വെച്ച് ഇൻസ്റ്റൻറ്റ് സൗഖ്യം, കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആ വേദന ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവ്, ഇന്ന് പ്രിയമക്കൾ വിശ്വാസത്തിൽ കൈവെക്കുമ്പോൾ അതിൻ്റെ മേൽ വ്യാപരിക്കുന്നൊരു ദൈവശക്തി ഉണ്ടല്ലോ. സൗഖ്യദായകനായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം തന്നെ യേശുവിൻ്റെ നാമത്തിൽ വേദനകളെ പുറത്താക്കുന്നു. അത്ഭുത സൗഖ്യത്തെ കൽപ്പിക്കുന്നു. അത്ഭുത വിടുതലിനെ കൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് തൊട്ട് വിടിവിക്കുന്നല്ലോ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ വേദനകളെ ക്യാൻസൽ ചെയ്യുന്നു. ആ ഞരമ്പുകൾ സൗഖ്യമാകട്ടെ. ആ നാടുകളായിട്ടുള്ള എല്ലാ മരവിപ്പുകളും ഇപ്പോൾ വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ചെക്ക് ചെയ്തേ. ആ വേദന അവിടുന്ന് മാറിയെന്ന്, പൂർണ്ണമായി മാറിയെന്ന് ഒന്ന് ചെക്ക് ചെയ്തേ. ഉണ്ടെങ്കിൽ പൂർണ്ണമായി മാറിയവർ ചെക്ക് ചെയ്തിട്ട് ആ വേദന അവിടെ ഇല്ല എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? എനിക്ക് ആ വേദന ഇപ്പോൾ അവിടെ ഇല്ല എന്ന് മാറ്റമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അനാവശ്യമായിട്ട് നിങ്ങൾ മ്യൂട്ട് പിടിച്ചുകൊണ്ട് നിൽക്കല്ലേ, മ്യൂട്ട് ചെയ്തുകൊണ്ട് ഇല്ലാതെ മാറ്റി നിൽക്കരുത്. ഇതിൻ്റെ അകത്ത് എനിക്ക് ആ വേദന അവിടെ ഇല്ല, എനിക്ക് ആ സൗഖ്യം ലഭിച്ചു എന്ന് ഉറപ്പുള്ളവർ, പൂർണ്ണ സൗഖ്യമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, നമുക്ക് ആശ്വാസമല്ല വേണ്ടത്, അത്ഭുതമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത്, ഒന്ന് തിരിച്ചോ മറിച്ചോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്കവിടെ പൂർണ്ണമായൊരു മാറ്റം അവിടെ വന്നു, എനിക്ക് ആ വേദനയിൽ നിന്നും സൗഖ്യം ലഭിച്ചു എന്ന് ഉറപ്പുള്ളവർ ചെക്ക് ചെയ്തേ. നിങ്ങൾക്ക് എന്താണോ വെയിറ്റ് എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ പറയാൻ വേണ്ടിയാണ് ഇത്രയും പേര് മ്യൂട്ട് മാറ്റി. അത് ചുമ്മാ അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റിയേക്കുന്നതാണോ? അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റിയേക്കുന്നവരെല്ലാം ഒന്ന് മാറ്റിക്കേ. ബ്രദറെ, ആ സംഗീത എന്ന് പറഞ്ഞത് എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങടെ മോനാണത്. സംഗീത് മദ്യപാനത്തിനൊക്കെ അടിമയായിട്ട് അങ്ങനെ നടക്കുന്ന ഒരു മോനാത്. ഏറ്റെടുത്തത് സിസ്റ്ററെ, കർത്താവിന്റെ വലിയൊരു സൗഖ്യം ഇന്ന് അവിടെ വ്യാപരിക്കും ആ കുടുംബത്തിന്റെ മേൽ. താങ്ക് യു ജീസസ്. നന്ദി പിതാവേ. ഞങ്ങളിപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്തേ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ വെറുതെ ഇരിക്കരുതേ. സൗഖ്യം നമ്മുടെ അവകാശമാണ്, അത്ഭുതം നമ്മുടെ അവകാശമാണ്. ഞാനൊരു ഒരു ഒരു ഭവനത്തിൻ്റെ അകത്ത് ഈ ഒരു കാഴ്ച, നിങ്ങളിത് പറയാൻ വേണ്ടിയുള്ളവരാണ് മ്യൂട്ട് മാറ്റിയേക്കുന്നത്? പറയാനുള്ള അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. അല്ലാത്തവരെല്ലാം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. എനിക്ക് സൗണ്ട് മിക്സ് ആവുന്നു, അതുകൊണ്ടാണ്. താങ്ക് യു ജീസസ്. ഞാനൊരു ഭവനത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ചെറിയ ഈ ടെഡി ബെയറിൻ്റെ കുഞ്ഞു പാവ, അതൊരു കീ ചെയിൻ പോലെ ഇങ്ങനെ കിടക്കുന്നതായിട്ടൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അതായത് അതൊരു കീ ചെയിൻ്റെ അകത്താണ് കുഞ്ഞു പാവ പോലെ കിടക്കുന്ന സാധനം കിടക്കുന്നത്. അതിങ്ങനെ വീടിൻ്റെ അവിടെ ഒരു കണ്ണാടിയുടെ അവിടെ ഒരു തൂക്കിയിട്ടിരിക്കുന്ന ഒരു കീ ചെയിൻ പോലെ ഞാൻ കാണുന്നത്. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് പറയുകയാണ്. നവംബർ മാസത്തിൽ ജനിച്ച
ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഭവനത്തിൻ്റെ അകത്തൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുന്നു എന്ന് പറയുന്നു. നവംബർ മാസത്തിൽ ജനിച്ച ഈ കാണുന്ന ഈ ചെറിയ പാവ അവിടെ കിടക്കുന്ന ഏതാണോ ഭവനം ഒന്ന് ചെക്ക് ചെയ്തോണേ. ഇന്ന് ആ നവംബർ മാസത്തിൽ ജനിച്ച വ്യക്തിയുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുന്നു. ആരാണിപ്പം ഈ സൗഖ്യം മായെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് എടുത്തേക്കുന്നത്? നിങ്ങൾ മ്യൂട്ട് മാറ്റാൻ പറ്റാത്തവരാണോ മെസ്സേജ് അയക്കുന്നത്? കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞത് എന്റെ വീട്ടിലാണ് കീഴിലുണ്ടെന്ന് പറഞ്ഞത്. നവംബറിൽ എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. നവംബറിൽ മോന്റെ ബർത്ത്ഡേ. യേശുവിന്റെ നാമത്തിൽ എടുത്ത് കർത്താവ് ഇന്ന് ആ മകനെ തൊടുക കേട്ടോ. അവൻ ആള് മാറിയവനെ പോലെ കർത്താവ് അവനെ ആക്കി തീർക്കും. അവന്റെ ജീവിതത്തെ വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. നന്ദി പിതാവേ, നന്ദി യേശുവേ, അങ്ങ് തൊട്ട് വിടിവെക്കുന്ന കർത്താവാണല്ലോ. കർത്താവെ, ഞങ്ങളുടെ അത്ഭുതത്തിന്റെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. വലിയ പ്രവൃത്തികൾ ഈ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക കർത്താവ്. ഇന്ന് ശരീരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി, ഈ നടുവിൻ്റെ മേൽ വേദനയുള്ളവർ, നടു സംബന്ധമായിട്ട് ആ ഒരു അതായത് ഈ ഒരു പുകച്ചിലും വേദനയാണ് വരുന്നത്. അതായത് വേദനയുണ്ട്, പുകച്ചിൽ പോലെ വരും. നമ്മൾ ഈ വിക്സൊക്കെ പുരട്ടുമ്പോൾ ഒരു പുകച്ചിൽ വരത്തില്ലേ, അങ്ങനത്തെ ഒരു വേദനയും അനുഭവിക്കുന്ന ആളുകൾ ഇതിൻ്റെ അകത്തുണ്ടോ? വേദനയും പുകച്ചിലും അനുഭവിക്കുന്നവർ, നടുവിൻ്റെ ഭാഗത്ത് വേദനയുണ്ട്, ഉണ്ട്. കൈ നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങൾ ഇവിടെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഇവിടെ മ്യൂട്ട് ആകുന്നുണ്ട്. സൗഖ്യമായി ഒന്ന് പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്യണം. നിങ്ങൾ പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ആശ്വാസമല്ല അത്ഭുതമാണ് നമ്മുടെ അവകാശം. ആ വേദനയുള്ളൊരു കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ. ഇതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ അകത്ത് വേദനകൾ എവിടെയെങ്കിലും ഉള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് കൈയെടുത്ത് വെച്ച് ഞാൻ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഓട്ടോറിക്ഷ കർത്താവ് എന്നെ കാണിക്കുക. ആ ഓട്ടോറിക്ഷയിൽ അതിൻ്റെ ബാക്ക് വശത്തായിട്ട് ചിക്കു എന്നൊരു പേര്, ഓട്ടോറിക്ഷയുടെ പുറകുവശത്താണ് ചിക്കു എന്ന് പറയുന്നൊരു പേര് ഓട്ടോറിക്ഷയുടെ പുറകിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വണ്ടി കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് 1995 ജനിച്ച ഒരു തലമുറയെ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ആ കുടുംബത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നത്. ആ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു അടയാളം കാണിച്ച കുടുംബം ഏതാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. ദൈവം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്താൽ ഒരു വഴി തുറക്കാൻ വേണ്ടി പോവാണ്. എന്നോടൊരു വാക്ക് പറയുന്ന, ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ ദൈവം നിങ്ങളെ മാനിക്കും. ആരെല്ലാം തള്ളിയോ അവരെല്ലാവരുടെ നടുവിൽ നിങ്ങൾ ഫലം കായ്ക്കുമെന്ന് പറയുന്നത് കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, അത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചു. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുന്നു. കർത്താവെ, താങ്ക് യു ജീസസ്. നന്ദി കർത്താവെ, നന്ദി യേശുവെ. ഞാൻ ആവശ്യമായിട്ട് സൗണ്ട് താങ്ക് യു ജീസസ്. കർത്താവ്, ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. നിങ്ങളുടെ അത്ഭുത കരം ഇന്നവർ തൊടുന്നല്ലോപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ പ്രീതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേര് കർത്താവിനെ കാണിക്കും. പ്രീതി എന്ന് വിളിക്കുന്ന പ്രീതി, അങ്ങനെ ഒരു പേര് കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കും. ഈ പ്രീതിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ കാണുന്നൊരു കാഴ്ച, ഈ ഒരു എന്തോ ഒരു ഇങ്ങനെ ഒരു ഈ എഗ്രിമെൻ്റ് പോലത്തെ ഒരു സംഭവം, അങ്ങനത്തെ ഒരു ഡോക്യുമെൻ്റ് പോലത്തെ ഒരു സംഭവമായിട്ട് പ്രീതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുരുക്കുകൾ ഇന്ന് അഴിയുവാന്ന് പറഞ്ഞത്. ആ പ്രീതിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ആ പ്രീതിയുടെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് പറയാൻ വേണ്ടിയാണ്. ബ്രദർ, എന്റെ സിസ്റ്ററിന്റെ പേരാ പ്രീതി. പ്രീതി എന്നുള്ളത് ആ വ്യക്തി പ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. എന്തോ ഒരു ഈ ഒരു എന്താ പറയുക, നമ്മളെ ഈ ഒരു എഗ്രിമെൻ്റ് പോലത്തെ എന്തോ ഒരു സംഭവം, അതിങ്ങനെ അതിൻ്റെ മേലൊരു ഒരു ദൈവപ്രവൃത്തി നടക്കുന്നതായിട്ട് പറയും. എന്തോ ഒരു എഗ്രിമെൻ്റ് സംഭവിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്.
അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എഗ്രിമെൻ്റ് ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറും. ആ ഒരു എഗ്രിമെൻ്റ് അത് എന്തുവാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ തക്കവണ്ണം അതൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ ഞങ്ങളിന്ന് കൽപ്പിക്കണം, അപ്പോൾ നിങ്ങളുടെ നാമത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കെവിൻ എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കെവിൻ എന്ന പേര്, കെവിൻ എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ തലമുറ ആ കുടുംബത്തിൻ്റെ അകത്തൊരു പറഞ്ഞു പറഞ്ഞു സിസ്റ്ററെ. എന്റെ മോനാണ് കെവിൻ. അവനൊരു കുഞ്ഞിനെ വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് ബ്രദർ. ഇന്ന് അവൻ്റെ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി നടക്കുക കേട്ടോ. കെവിൻ അല്ലേ? കെവിനെ ദൈവം കെവിനെ ദൈവം തൊടുക. ഞാൻ ബ്രദർ നേരത്തെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഞാൻ ഫോണും എടുത്തിട്ട് അവൻ മുന്നിൽ ഹാളിൽ ഉണ്ട് എന്ന് വിചാരിച്ച് ഞാൻ മുന്നിൽ പോയി നോക്കിയില്ല. അവൻ എനിക്ക് മേലെ സ്റ്റെപ്പ് കയറാൻ കുറച്ച് വിഷമാന്ന്, അതാ ഞാന് പോകാതിരുന്നെ. കർത്താവ് അത് കണ്ടു കേട്ടോ. അത് ദൈവം കണ്ടു കേട്ടോ. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ദൈവം കണ്ട് കെവിനെ ദൈവം തൊടുവാണ്. അവൻ്റെ ശരീരത്തിൻ്റെ മേൽ ദൈവം തൊടും. അവന് തലമുറയെ കർത്താവ് ഇന്ന് തരുവാൻ തക്കവണ്ണം ശരീരത്തെ പരിശുദ്ധാത്മാവ് ഒരുക്കുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഞങ്ങൾ ആ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടി ആ ശരീരത്തെ അങ്ങ് തൊടുന്നല്ലോ. പ്രിയ മാതാവിൻ്റെ മുമ്പിൽ ഒരു സാക്ഷ്യമായത് തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ. കർത്താവ്, ഈ സമയത്ത് ഞാൻ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ ഫിലിപ്പിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തിൻ്റെ അകത്തൊരു എന്തോ നിങ്ങൾക്ക് കിട്ടിയതോ ഈ സർട്ടിഫിക്കറ്റ് പോലത്തെ ഒരു സംഭവം, അത് വീടിൻ്റെ മുമ്പിൽ തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ്, ഫിലിപ്പിൻ്റെ ഭവനത്തിലാണ് ഞാനത് കാണുന്നത്. ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഏറ്റവും താഴെ ഒരു ബാഡ്ജ് ഉണ്ടല്ലോ, ആ ബാഡ്ജിൻ്റെ ചിത്രമുള്ള ഒരു സംഭവം ഞാൻ കാണുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ബാഡ്ജിൻ്റെ ചിത്രം ആ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ വെച്ചിരിക്കുന്ന ആ ഒരു അതിൻ്റെ ഏറ്റവും താഴെ ഈ ഒരു ചിഹ്നം ഞാൻ കാണുന്നുണ്ട്. ഇതിൻ്റെ ബാഡ്ജിൻ്റെ ചിഹ്നം കാണുന്ന സർട്ടിഫിക്കറ്റുകളിലാണല്ലോ കൂടുതൽ അത് വരുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. സർട്ടിഫിക്കറ്റുകളിലാണത് കൂടുതലും വരുന്നതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർട്ടിഫിക്കറ്റ് എന്തോ ഒരു സംഭവം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക. അത് ഫിലിപ്പിൻ്റെ ഭവനത്തിലാണ് കാണുന്നത്. ഇന്ന് കർത്താവ് ആ ഭവനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കർത്താവ് നടത്താൻ വേണ്ടി പോകുന്നു. ഇങ്ങനൊരു വാക്ക് പറയുകയാണ്, ആ മണ്ണിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി ദൈവം അയക്കും. അതിൻ്റെ അകത്തുനിന്നും കർത്താവ് തലമുറകളെ എണീപ്പിക്കും. ദൈവത്താൽ ഇന്ന് നിങ്ങൾ ഒരു സാക്ഷ്യമായി മാറും എന്ന് കർത്താവ് പറയുന്നു. ഓ യേശുവേ, ഞങ്ങളത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. തിരുകൃപ ഇന്നവിടെ മേൽ സംഭവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു മെമന്റോ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ബാഡ്ജ് ഇങ്ങനെ അതിൻ്റെ അത് നമുക്ക് മനസ്സിലായി. സർട്ടിഫിക്കറ്റോടെ ഏറ്റവും താഴെ ചെറിയൊരു ബാഡ്ജിൻ്റെ ചിത്രം ഉണ്ടല്ലോ, അങ്ങനെയാണ് അതിരിക്കുന്നത്. ഉണ്ടെങ്കിൽ ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞത് സ്വീകരിച്ചു. ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഈ ചിലതിനെ എണീപ്പിക്കാൻ വേണ്ടി പോകട്ടോ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ അപ്പാ, അങ്ങ് നന്മയെ തുറക്കുന്ന ദൈവമാണല്ലോ, അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, ഞാനിപ്പോൾ വീണ്ടും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം. ഓ യേശുവേ, 2004 ജനിച്ച ഒരു തലമുറ, 2004 ജനിച്ച ഒരു തലമുറയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ 2004 ജനിച്ച ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒക്ടോബർ മാസം 2004 ഒക്ടോബർ മാസം ജനിച്ച തലമുറയെ ദൈവം ഇപ്പോൾ തൊടാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. 2004 ഒക്ടോബർ മാസത്തിൽ ജനിച്ച തലമുറയെ
ദൈവം സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ തലമുറയ്ക്ക് വേണ്ടി ഇപ്പോൾ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. ദൈവം ആ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. അത്ഭുതം കാണാൻ വേണ്ടി പോവുക. ആ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞ് സൂമിലോ ലൈവിലോ ആ വ്യക്തി ഇന്ന് കേൾക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ പ്രവൃത്തി പറഞ്ഞു. ഹലോ ബ്രദർ, എന്റെ മോള് 2004 ഒക്ടോബറിലാണ് ജനിച്ചത്. അന്നത് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. തലമുറയെ ദൈവം തൊടുക കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവത്താൽ അത് സാക്ഷ്യമായി മാറും. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഭവനത്തിൻ്റെ ഈ വീടിൻ്റെ പുറത്തോട്ടിറങ്ങുമ്പോൾ വലതുവശത്തായിട്ട് ഒരു ഹോട്ടലുള്ളൊരു വീടാണ്. അതായത് നിങ്ങൾ വീടിൻ്റെ അകത്തുനിന്നും പുറത്തോട്ടിറങ്ങി വീടിൻ്റെ വെളിയിലോട്ടിറങ്ങി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമ്മൾ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഞാൻ അങ്ങനെ കാണും, എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീട് റൈറ്റ് സൈഡിൽ കാണുന്നൊരു വീടാണ്. എന്നാൽ ഞാൻ ആ ഭവനത്തിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ കർത്താവിനോട് പറയുകയാണ്, ഉഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടി പോവാന്ന്. ഉഷേനെ ദൈവം അയക്കാൻ വേണ്ടി പോവാം. ഉഷേനെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിനായി അയക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഇത് ഏത് വ്യക്തിയാണോ ഇത് കേൾക്കുന്നത്, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിച്ചോണേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. കർത്താവിൻ്റെ ഒരു വാക്ക് പറയുകയാണ്, ഒരു പോംവഴിയുണ്ട് കേട്ടോ. ഇങ്ങനൊരു വാക്കിനോട് പറയാം, ഒരു പോംവഴിയുണ്ട് നിങ്ങൾക്ക്. അത് ദൈവത്താൽ സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. നിങ്ങൾ മ്യൂട്ട് മാറ്റിയേക്കുന്നത് പറയാൻ വേണ്ടിയാണോ? അല്ല എങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, കൃപ വ്യാപരിക്കുന്നല്ലോ. കർത്താവിൻ്റെ അത്ഭുതകരമായ കൃപ വ്യാപരിക്കുന്നല്ലോ. അനാവശ്യമായിട്ട് മ്യൂട്ട് ചെയ്തവരൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ മ്യൂട്ട് മാറ്റിയവരൊക്കെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവെ, സഹോദരങ്ങളുടെ ജീവിതത്തിൽ അതൊരു സാക്ഷ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കുക. അതായത് ഇപ്പം ഈ വ്യക്തി പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുമന്ന കളറിലൊരു തോർത്ത് തലേ തുണിയിട്ടുകൊണ്ട് വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കർത്താവിന്, ചുമന്ന ഒരു തോർത്തിട്ടുകൊണ്ട് വചനമൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ ഭവനത്തെ കാണുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനമാണത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് ഞാൻ ആ കുടുംബത്തെ ഒന്ന് ബ്ലസ് ചെയ്യുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എൻ്റെ അടയാളം കാണിച്ചതാണ്. നിങ്ങൾ ആ തോർത്തിൻ്റെ പുറകെ ഒന്നും പോയേക്കരുത്. കർത്താവ് ആ വ്യക്തിയെ കാണിക്കാൻ വേണ്ടി ഒരു അടയാളം കാണിച്ചേക്കുന്നതാണ്. പലപ്പോഴും ആ ഒരു തോർത്തോ ടർക്കി പോലത്തെ ഒരു സംഭവമാണത്. ആ ചുവന്ന കളറാണ് അതിനുള്ളത്. അതിട്ടുകൊണ്ട് പലപ്പോഴും വചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കാഴ്ച കാണുന്നത്. ഞാൻ ആ വ്യക്തിയെ ബ്ലസ് ചെയ്യുന്നു. കർത്താവിനോട് പറയുകയാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നിങ്ങളോട് വചനത്തിലൂടെ ഇടപെട്ട വചനങ്ങൾ, ആ വചനത്തിലൂടെ ദൈവം ഇടപെട്ടായിരുന്നു. ആ വചനങ്ങളുടെ നിവൃത്തിയിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു. യേശുവേ അങ്ങയുടെ നാമത്തിൽ എന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഭവനത്തിൽ. അത്ഭുതങ്ങളുടെ കലവറകൾ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പാ. നന്ദി കർത്താവേ. സമാധാനത്തിൻ്റെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അപ്പാ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ വേഗത്തിൽ കൈയെടുത്ത് വെച്ച്, ഇത് നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ സമയമാണ്, ആരോഗ്യത്തിൻ്റെ സമയമാണ്. രോഗശക്തികൾ നിങ്ങളുടെ ശരീരം വിട്ട് ഇറങ്ങിപ്പോകുന്ന സമയമാണ്. ഇപ്പോൾ രോഗത്തിൻ്റെ ദുരാത്മാക്കൾ വിട്ടുമാറുന്നു. സാമ്പത്തികമായ കുരുക്കുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുന്നു. ഉയരാൻ കഴിയാതെ വണ്ണം തടസ്സമായി നിൽക്കുന്നതിനെല്ലാം ആത്മാവിൽ വെട്ടി നീക്കുന്നു. കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച്, സ്വന്തം കൈയെടുത്ത് വെച്ച്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങയുടെ അത്ഭുത ഇപ്പോൾ സംഭവിക്കുന്നല്ലോ. കർത്താവിൻ്റെ മുറിവ് ഞങ്ങളുടെ ആരോഗ്യവും സൗഖ്യവുമാണ്. കർത്താവിൻ്റെ മുറിവ് ഞങ്ങളുടെ അത്ഭുതമാണ്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റതുകൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്. കർത്താവിൻ്റെ മുറിവ് ഞങ്ങളുടെ ബലമാണ്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ അപ്പാ പിതാവേ, അങ്ങ് സൗഖ്യമാക്കുന്നല്ലോ.
ശരീരത്തിൽ നിന്ന് രോഗത്താൽ അവർ ഫ്രീ ആകുന്നല്ലോ. സകല ബന്ധനങ്ങൾക്കകത്തുനിന്ന് അവർ ഫ്രീ ആകുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഓ താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ആ കരങ്ങളിലേക്ക്, അവരുടെ ശരീരത്തിലേക്ക്, ആന്തരിക അവയവങ്ങളുടെ മേലേക്ക് സകല രോഗത്തെയും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നപ്പ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാ രോഗശക്തികളെയും പുറത്താക്കുന്നു, എല്ലാ രോഗത്തിൻ്റെ ദുരാത്മാക്കളെയും പുറത്താക്കുന്നു, എല്ലാ രോഗത്തിൻ്റെ കാരണങ്ങളെയും ഞങ്ങൾ പുറത്താക്കുന്നു. പുതിയ അവയവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ. തേയ്മാനങ്ങൾക്കകത്ത് പുതിയ അവയവങ്ങൾ ഉണ്ടായി വരട്ടെ. അത്ഭുത സൗഖ്യത്തെ തുറക്കുന്നപ്പ. യേശുവേ, ഞങ്ങൾ നന്ദി പറയുന്നപ്പ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നുള്ളത് കർത്താവ് പറയാം, ഷേർലീനെയും ഷേർലിയുടെ 2 തലമുറകളെയും ദൈവം തൊടുന്നെന്ന് പറയുന്നു. ഷേർലീനെയും ഷേർലിയുടെ 2 തലമുറകളെയും ദൈവം സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. എന്നുള്ളത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങളെ പെരുവഴിയിലേക്ക് ഉന്തിയിടുമെന്ന് പറയുന്ന സകല വിഷയങ്ങളുടെ നടുവിലും ദൈവം നിങ്ങളെ വാഴിക്കാൻ വേണ്ടി പോവാം. ഓ യേശുവേ, അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കുന്നല്ലപ്പ. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വേദനകൾ വിട്ടുമാറട്ടെ. ഞരമ്പുകൾ, അസ്ഥികൾ, ആന്തരിക അവയവത്തിൽ ഓരോന്നിൻ്റെ മേലും തീ കത്തട്ടെ. അഭിഷേകത്തിൻ്റെ അഗ്നി ശക്തിയോടെ കത്തുന്നല്ലോ. ആത്മശക്തി കത്തുന്നല്ലോ. പൂർണ്ണ വിടുതൽ കൽപ്പിക്കുന്നപ്പ. ഓ ജീസസ്. എന്നുള്ളത് കർത്താവ് പറയുന്നു, ഈ മടങ്ങാതെ നിൽക്കുന്ന ചില വിരലുകൾ ഇപ്പോൾ സൗഖ്യമാകുക. വിരലുകൾക്ക് മേൽ ചലനം വ്യാപരിക്കുക. അത് ഡെഡായി ജീവൻ ചലിക്കാതെ കിടക്കുന്ന വിരലുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ചലിക്കുക. വിരലുകൾ ചലിക്കുക, സെൻസേഷനുകൾ ഉണ്ടാകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവേ, ഈ പുറത്ത് ഇങ്ങനെ നമ്മുടെ പുറകുവശം ഉണ്ടല്ലോ, നടുവല്ല, പുറത്ത് ഭയങ്കരമാകുന്ന വേദന, ചില സമയത്ത് പുറം പൊട്ടിപ്പോകുന്ന ചില അനുഭവങ്ങൾ, അങ്ങനെയുള്ള വ്യക്തികളുടെ ശരീരത്തെ ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്നപ്പോൾ അവരകത്തെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ സൗഖ്യമാകുന്നല്ലോ. അസ്ഥികളുടെ മേൽ, രക്തത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ശുദ്ധീകരണം വെളിപ്പെടുന്നല്ലോ. താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ അപ്പാ. അവരുടെ ശരീരത്തിൽ, ഉദരത്തിൽ, എല്ലാ മേഖലയിലും സൗഖ്യം നിറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കുന്നല്ലോ. നമുക്ക് ഈ സമയം സാക്ഷ്യത്തിൻ്റെ സമയം. ഒന്ന് ചെക്ക് ചെയ്ത്, ആ ശരീരത്തിലൊന്ന് ചെക്ക് ചെയ്ത്, പൂർണ്ണ സൗഖ്യം അനുഭവിക്കുന്നവർ കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകും. അതിനു മുമ്പായിട്ട് നമുക്ക് ഈസ്റ്റ് ഹാമിലെ പ്രാർത്ഥന, UK നടക്കുന്ന പ്രാർത്ഥനയിൽ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. പുതിയ ലൊക്കേഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. YCM സെൻറ്റർ ഹാളിൽ വെച്ചാണ് പ്രാർത്ഥന നടക്കുന്നത്. അതിൻ്റെ പോസ്റ്റ് കോഡും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം കേട്ടവരുടെ ലൊക്കേഷൻ നോക്കി ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതാണ് പുതിയ ലൊക്കേഷൻ. ആ ഒരു ചർച്ചിലാണ് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത്. ആ പള്ളിയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, വൻ കൃപകളാൽ സഹായിക്കട്ടെ. ഈ സമയം സാക്ഷ്യത്തിനുള്ള സമയമാണ്. അതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ അവരുടെ ജോലിയിൽ, അവരുടെ ബിസിനസ്സിൽ ഒക്കെയും വർധനവുണ്ടാകട്ടെ. വാരി വിതറി കൊടുക്കുവാൻ സമൃദ്ധി ഉണ്ടാകട്ടെ. വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും അവർ ആയുഷ്കാലമൊക്കെയും അവരെ പിന്തുടരും. കർത്താവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുമ്പോൾ ഉയർച്ച ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, സകല വിശാലതയും ഉണ്ടാകട്ടെ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്ക് പറയാം. പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ നിങ്ങളിപ്പോൾ പറയരുത്. ഈ പ്രയറിനെ നമ്പറിലേക്ക് അയയ്ക്കുക. സാക്ഷ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ മ്യൂട്ടുകളെ മാറ്റി പറഞ്ഞാട്ടെ. എനിക്ക് ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. ഒരു അമ്മയെ എടുത്തു കൊടുക്കുന്ന എനിക്ക് 5-6 മാസമായിട്ട് ഈ നടുവേദന ഉണ്ടായിരുന്നു. ഞാൻ തോർത്ത് കെട്ടിക്കൊണ്ടാ അമ്മയെ എടുക്കാനൊക്കെ ഇരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ നടുവിന്റെ വേദന പോയി. തോർത്ത് ഞാൻ അഴിച്ചു മാറ്റി, ഇപ്പൊ മാറി. കഴിഞ്ഞ ദിവസം എനിക്ക് പ്രാർത്ഥിച്ചപ്പോഴും തലയ്ക്ക് മൊത്തം ചൊറിച്ചിലായിരുന്നു കുറെ നാളായിട്ട്. ആ ചൊറിച്ചിൽ മാറി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. സഹോദരി പറഞ്ഞു കേട്ടില്ലേ, വേദന കൊണ്ട് നടുവിൽ തോർത്ത് കെട്ടിയേക്കുമായിരുന്നല്ലേ? അതെ അതെ. ഇപ്പൊ പൂർണ്ണ സൗഖ്യമായി. 60 കിലോയുള്ള ഒരു അമ്മച്ചിയായിരുന്നു എടുത്തു പോക്കുന്നത്. ഞാൻ ഹോം നേഴ്സായിട്ട് കിടക്കുന്ന അമ്മച്ചിയാണ്. അമ്മച്ചിയെ കുളിപ്പിക്കാനൊക്കെ എടുത്ത്
കസേര ഇരുത്തണം, എടുത്തുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോകുമ്പോഴെല്ലാം ഈ തോർത്തായിരുന്നു ചുറ്റുന്നേ. ഇപ്പം ഞാനിപ്പോ ഇപ്പൊ പറഞ്ഞ സമയത്ത് ഞാൻ തോർത്തഴിച്ച് മാറ്റിയിട്ട് നോക്കിയപ്പോ ഇങ്ങനെ എല്ലാം കറങ്ങിയൊക്കെ നോക്കിയിട്ട് എനിക്കിപ്പോ വേദന ഒട്ടുമില്ല, ഒരു ഓ, ശകലം ഇത് പോലും ഇല്ല. ഇത് വലിയൊരു സാക്ഷ്യം. സൗകര്യം നേരിട്ട് വരുമ്പോൾ ഈ സാക്ഷ്യം പറയണം കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ഇത് നോക്കി, ബാംഗ്ലൂരാ വാച്ച, ഞാൻ എവിടെയാണെങ്കിൽ വരുമ്പോ ഉള്ള നാട്ടിൽ വരുമ്പോഴേ ആ ആണെങ്കിൽ ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. ഞാൻ വരണം വരണം. ബാംഗ്ലൂരാ. ആ നോക്കിയ സൗകര്യം പറയും 6 മാസമായിട്ടുണ്ടായിരുന്ന വേദന നടുവിന്. ഹോം നേഴ്സായിട്ട് സൗകര്യം വർക്ക് ചെയ്യുവാണ്. നടുവിന് തോർത്ത് കെട്ടിക്കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ഒന്ന് വേദന മാറിയോ എന്നറിയാൻ വേണ്ടി അത് അഴിച്ചു നോക്കിയപ്പോൾ 6 മാസമായിട്ടുണ്ടായിരുന്ന നടുവിൻ്റെ വേദന അവിടുന്ന് മാറിയിരിക്കുന്നു. അതുപോലെ തലയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചൊറിച്ചിൽ പോലെ നാളുകളായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു, അതും കർത്താവ് പൂർണ്ണ സൗഖ്യമാക്കി. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്, യേശു അത്ഭുതം ചെയ്യുന്ന കർത്താവാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ട്? പറഞ്ഞു. ഞാൻ ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ മറ്റാൾക്കാരെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. സൗണ്ട് ക്ലാഷ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. വെയിറ്റ് ചെയ്യണേ. പറഞ്ഞു. ബ്രദറെ, ഇന്നലെ രാത്രി എന്റെ മോൾക്ക് നടുവേദനയും കാലുവേദനയും ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു ബ്രദറെ. കാലില് നീരും ഉണ്ടായിരുന്നു, പാദത്തിലും കണങ്കാലിലും. അങ്ങനെ ഞാൻ സ്മിത സിസ്റ്ററിനെ വിളിച്ച് കാര്യം പറഞ്ഞു. 11 മണിയായി രാത്രി. വിളിച്ച് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം, മോക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയെന്ന് പറഞ്ഞു. ഉടനെ സിസ്റ്റർ നല്ലതുപോലെ പ്രാർത്ഥിച്ചു തന്നു ബ്രദറെ. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ആ നിമിഷം തന്നെ പൂർണ്ണ സൗഖ്യം എന്റെ മോക്ക് തന്നു. നന്ദി കർത്താവേ. കർത്താവിന് ദൈവ അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്നാൽ പ്രിയമക്കൾക്ക് സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ കൊടുത്തു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം പൂർണ്ണ സൗഖ്യം കൊടുത്തു. യേശുവെ, അങ്ങ് അത്ഭുത മന്ത്രിയാണല്ലോ, അങ്ങ് തൊട്ട വിടുതലിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പറഞ്ഞു. ബ്രദറെ, ഇന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചായിരുന്നു. എന്നെ കൊട്ടാരക്കര ചർച്ചിൽ വരുന്ന ഒരു സഹോദരി. അപ്പോഴും ആ സഹോദരിയുടെ മോന് ഒരു 5 വയസ്സുണ്ട്. അപ്പോഴവള് സ്കൂളിൽ വർക്ക് ചെയ്യും, ആയിട്ട് വർക്ക് ചെയ്യും. അന്നേരം ചേച്ചി, എന്റെ കുഞ്ഞിന് തീരെ വയ്യ, വയറ് കീറി പെരുവിയിരിക്കുന്നു. അപ്പോഴടുത്ത് നിന്ന് ആരാണ്ട് പറഞ്ഞു, നിങ്ങള് നാരങ്ങ വെള്ളം കൊണ്ട് സോഡ വെള്ളം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് മേടിച്ചു കൊടുത്തിട്ട് കൊച്ചിന് വെപ്രാളം സഹിക്കാൻ വയ്യ ചേച്ചി, ഞാൻ എന്തോ വേണോന്ന് ചോദിച്ചു. ഞാൻ പറയും, മോളെ വെള്ളം കുടിക്കുന്ന ഇതിനകത്ത് വാട്ടർ ബോട്ടിൽ വെള്ളമാണ് ഇരിപ്പുണ്ടോ വെച്ചപ്പോൾ ശകലം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന അത് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ആ സമയത്ത് തന്നെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം എന്ന് പറയാൻ ഓടിച്ചാടി നടക്കുന്നെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച്. എല്ലാ മഹത്വവും എന്റെ യേശുവിന്. ഓ, നന്ദി കർത്താവെ. അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവത്തിന് കൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്ന. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേക തകർന്ന ഭവനങ്ങളിലേക്ക് ചൊല്ലുക, അവരെ വിടുവിക്കുക, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി? പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ കേൾക്കാമോ? ബ്രദറെ, ഞാൻ ചങ്ങനാശ്ശേരി എന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ അപ്പൻ്റെ പെങ്ങടെ വീട് കോട്ടയത്താ. ഞാൻ ഇന്നലെ അവിടെ പോയപ്പം അപ്പൻ്റെ പെങ്ങക്ക് കാലിൻ്റെ മുട്ടിന് താഴോട്ട് നീരുമായിട്ട് കാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് തോന്നി ബ്രദറിൻ്റെ ഈ പ്രാർത്ഥനയുടെ ഒരു വോയിസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഉടനെ പറഞ്ഞ് എൻ്റെ അപ്പൻ്റെ പെങ്ങളോട് പറഞ്ഞ് തലേ ഷോളൊക്കെ എടുത്തിടെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഉടനെ പെട്ടെന്ന് തയ്യാറായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് വോയിസ് കേൾപ്പിച്ച് ഒരു 5 മിനിറ്റ് പോലും കഴിഞ്ഞില്ല. അതിനിപ്പുറം ആണെങ്കിൽ എഴുന്നേറ്റ് ചാടുകയും ഓടുകയും ഒക്കെ ചെയ്തു. ആ നീര് പൂർണ്ണമായിട്ടും മാറി, ഒരു കുഴപ്പമില്ല. ഇന്നലെ സന്ധ്യയായപ്പോഴും എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് രാവിലെയും പറഞ്ഞു, ഇന്ന് വൈകുന്നേരവും പറഞ്ഞു. ഇപ്പം കാലിനൊന്നും ഒരു കുഴപ്പവും ഇല്ല, നീരെല്ലാം പരിപൂർണമായിട്ട് മാറി. എല്ലാ മഹത്വവും കർത്താവിന്. പിന്നെ ബ്രദറിനെയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. അത് വലിയ സാക്ഷ്യമാണ് സഹോദരി പറഞ്ഞത്. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രാർത്ഥനയുടെ പ്രയറിൻ്റെ ഓഡിയോ കിടപ്പുണ്ടായിരുന്നു. ആ വോയിസ് റെക്കോർഡ് കേൾപ്പിച്ചു. ആ ശരീരത്തിൽ നീരും ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സഹോദരി പറഞ്ഞു കേട്ടില്ലേ? അത് കേൾപ്പിച്ച ഉടനെ യേശുവിൻ്റെ തിരുമുറിവിനുള്ള സൗഖ്യത്തിൻ്റെ പ്രാർത്ഥന കേൾപ്പിച്ച ഉടനെ തന്നെ ചാടി എണീറ്റ്. എത്ര നാൾ സിസ്റ്ററെ കിടക്കുമായിരുന്നു ആ വ്യക്തി നീരും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട്? കിടക്കുമല്ലായിരുന്നു, പക്ഷേ ഒരു 2.5-3 വർഷമായിട്ട് ഈ നീരും വേദനയുമായിരുന്നു. ഓ സ്വതന്ത്രം. നിങ്ങൾ കേട്ട് 2.5-3 വർഷമായിട്ട് നീരും വേദനയാൽ ഭാരപ്പെട്ട വ്യക്തി രോഗസൗഖ്യത്തിന്റെ പ്രാർത്ഥന കേട്ടപ്പോഴേക്കും ഓടിച്ചാടി, അല്ലേ? തുള്ളിച്ചാടി എന്ന് പറഞ്ഞല്ലേ? അതെ, ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല.
അങ്ങ് അത്ഭുത മന്ത്രി കർത്താവ് പ്രവർത്തിച്ച വൻ കൃപയ്ക്ക് നന്ദി. നമ്മുടെ വോയിസ് റെക്കോർഡുകൾ പോലും കർത്താവ് അങ്ങ് ഉപയോഗിക്കുന്ന യേശുവിൻ്റെ നാമം. കർത്താവിന് കൃപയ്ക്ക് നന്ദി. ഞങ്ങൾ രണ്ടുപേരും ബ്രദറെ, ഞങ്ങൾ രണ്ടുപേരും സാക്ഷ്യം പറയാൻ വേണ്ടി വരും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് വരിക. ഉറപ്പായിട്ടും പറയണം. സാക്ഷ്യമുള്ളവര് നിങ്ങൾ കർത്താവിനെ ഉയർത്തണം. ഈ എന്താ പറയുക, നമ്മൾ വിമർശിക്കുന്നവർക്കെല്ലാം സൗഖ്യം ഒരു മറുപടിയാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. എന്തോ എന്റെ ഹസ്ബൻഡ് ഇന്നലെ പറഞ്ഞു എനിക്ക് തലയ്ക്കകത്ത് വലിയ വേദനയാന്ന് പറഞ്ഞപ്പോ ഞാന് അതിന്റെ നെറ്റിയിൽ നിന്ന് തലയിൽ കൈ വെച്ചിട്ട് ഞാൻ യേശുവിന്റെ തിരുമുറിവുകളാൽ, യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. അപ്പൊ വേദന മാറിയെന്ന് പറഞ്ഞു. സ്തോത്രം. നന്ദി കർത്താവെ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നിഷ്ഠ അനേകരുടെ മേൽ കൈവച്ച് പറയണം. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കാനും നമ്മളെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഇനി അനേകരെ വിടുവിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, എനിക്കൊരു കാര്യം പറയാം. പറഞ്ഞു സിസ്റ്റർ. ഇതേപോലെ തന്നെ എൻ്റെ അച്ഛന് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പൊ അച്ഛന് ശ്വാസം മുട്ടലായിട്ട് അത് ഏകദേശം ഇങ്ങനെ മാറി വരുമ്പോഴത്തേക്ക് ഉറക്കില്ലാതായി. 4-5 ദിവസമായിട്ട് തീരെ ഉറക്കമില്ലാതെ അച്ഛൻ പറയാ, ഞാൻ എന്തെങ്കിലും ചെയ്ത് കളയും, എനിക്ക് ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അച്ഛൻ ഇതൊന്നും വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ഞാൻ മെല്ലെ അച്ഛൻ്റെ അടുത്ത് പോയി കിടന്നിട്ട് ബ്രദറിന്റെ ഈ വീഡിയോ ഇങ്ങനെ ഓണാക്കിയിട്ട് ഇങ്ങനെ കേൾപ്പിച്ച് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ മെല്ലെ കിടന്നിട്ട് ഈ സൗണ്ട് ഇങ്ങനെ കേൾപ്പിച്ച് പിന്നെ അച്ഛനൊന്നും മിണ്ടുന്നില്ല. അതുവരെ അലമ്പാക്കിയിട്ട് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കി കിടന്ന അച്ഛൻ പിന്നെ ഇങ്ങനെ മിണ്ടുന്നില്ല. ഇതിങ്ങനെ മെല്ലെ ശ്രദ്ധിച്ച് കിടന്ന് പിന്നെ അച്ഛൻ ഉറങ്ങിപ്പോയി. അത്രയും ദിവസം ഇങ്ങനെ ഉറങ്ങാത്ത അച്ഛന് എനിക്കിങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ബ്രദറിന്റെ സൗണ്ട് കേട്ടാൽ എന്തായാലും അച്ഛൻ ഉറങ്ങും, എങ്ങനെയെങ്കിലും ഉറങ്ങട്ടെ, ഈശോയെ ഉറങ്ങണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ ഞാനത് പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിനോടുള്ള നന്ദി കേടായിപ്പോവും. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് പറഞ്ഞ പോലെ തന്നെ ആ പിതാവിന് ഉറക്കമില്ലാതെ ശ്വാസമുട്ടലായിട്ട് അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്ന വചനമാണ്, ബ്രദറിൻ്റെ സൗണ്ടിനേക്കാൾ ഉപരി വചനമാണ് കേട്ടത്. ആ വചനം ദൈവാത്മാവിൻ്റെ വ്യാഖ്യാനമായതുകൊണ്ട് ആ ഉറക്കമില്ലാതെ ശ്വാസമുട്ടലായിട്ട് ഭാരപ്പെട്ട് പറഞ്ഞിട്ടില്ല അച്ഛൻ ഒരു സമാധാനമില്ലാതിരുന്ന ആ വ്യക്തി സുഖമായി കിടന്നുറങ്ങി. ദൈവവചനം ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. കർത്താവ് ഇന്ന് വിടുവിച്ച കൃപയ്ക്ക് നന്ദി, അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അനേകർക്ക് ഈ വചനം കൊടുക്കുക, ഇതേപോലെ ഭവനങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഇടയായിത്തീരും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഇങ്ങനെ ഈ താടിയുടെ താഴ്ഭാഗത്തായിട്ട് ചെറിയ കൈ തൊടുമ്പോ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. ചെറിയൊരു മുത്ത് പോലെ എനിക്ക് അങ്ങനെ കൈ തൊടുമ്പോ തോന്നുകയും ചെയ്യും. അപ്പം ഒരു ദിവസം രാത്രി കിടക്കാൻ നേരം എനിക്ക് ഇങ്ങനെ ചെറിയ വേദന വീണ്ടും അനുഭവപ്പെട്ടു കൈ തൊടുമ്പോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓടിയ ഇങ്ങനെ നോക്കിയപ്പോ ബ്രദറിന്റെ പ്രാർത്ഥന കിടക്കുന്നു. പ്രാർത്ഥന അപ്പം കൈ വെക്കെന്ന് പറഞ്ഞു. അപ്പം കൈ വെച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കിതൊന്നും കാണല്ലേ. അപ്പൊ ഓഡിയോയും കേട്ടു, ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് വേദനയും ഇല്ല, അവിടെ അതും ഇല്ല, ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. നന്ദി കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ വേദനകൾ, രോഗങ്ങളെ കർത്താവ് വിടുവിച്ചിരിക്കുന്നു, അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തിരിക്കുന്നു. വലിയ കൃപയ്ക്ക് നന്ദി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. കർത്താവ് വിടുവിച്ച കൃപയ്ക്ക് നന്ദി. ആമേൻ. ഹലോ, പറഞ്ഞു. എനിക്ക് സാക്ഷ്യം പറയാൻ്റെ. പറഞ്ഞു സിസ്റ്റർ. ഞാൻ ഈ മീറ്റിംഗ് കൂടി തുടങ്ങിയിട്ട് കുറെ നാളുകളായി, 1 വർഷത്തോളം ആവാറായി. എനിക്ക് വചനമൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ എങ്ങനെ വചനം പറയണമെന്നൊക്കെ ബ്രദറിന്റെ പ്രാർത്ഥനയിലൂടെയും സുവിശേഷത്തിലൂടെയും എല്ലാം ബ്രദറിലൂടെ ദൈവം അറിയിച്ചു തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ബ്രദർ പറയുന്ന സമർപ്പണ പ്രാർത്ഥനയുടെ വചനങ്ങൾ മൊത്തം ഞാൻ കാണാതെ പഠിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ബ്രദറിന്
ഈ കുടുംബത്തിനും വേണ്ടി കൊടാനുകൂടി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് ഗോഡ് ബ്ലെസ് നന്ദി യു, ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനിയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടട്ടെ. ഇനിയും കർത്താവ് അസാധാരണമായ പ്രവർത്തികളാൽ ദൈവം നടത്തുമാറാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ വളരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇനിയും വചനം പഠിക്കുക, വളരുക. ആമേൻ. പറഞ്ഞു സിസ്റ്റർ. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. എനിക്കല്ലാതെ ഈ തോളിന്, വലത്തെ കൈയുടെ തോളിന് ഭയങ്കര വേദനയായിരുന്നു. അത് ഈ 2 മാസത്തിന് മുമ്പ് വലത്തെ കൈയുടെ ഈ തോളിന് എത്ര നാളായിട്ട് വേദനയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷമായി. എന്റെ ഈ കഴുത്തിന് ഇന്നാള് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ലായിരുന്നു, ഈ കഴുത്തിന് വേദനയായിരുന്നു. അതിന്റെ വേദനയായിരുന്നു. ആ തോളിനും ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ ആ തോളിന്റെ വേദന ഇപ്പൊ 2-3 ദിവസത്തിന് മുമ്പ് ആ ഈ സൗഖ്യ പ്രാർത്ഥനയിൽ ഇപ്പം പൂർണ്ണമായിട്ട് ആ തോളിന്റെ വേദന മാറി. എനിക്ക് തൂക്കി ഒന്നും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വേദനയായിട്ടിരിക്കുവായിരുന്നു. സിസ്റ്റർ എത്ര വർഷമായിട്ടുണ്ടായിരുന്നു? 10 വർഷം എന്നാണ് പറഞ്ഞത്? 10-15 വർഷത്തിന് മേളിലായി. നിങ്ങൾ കേട്ടെ, 10-15 വർഷത്തിന് മുകളിലായിട്ട് വെയിറ്റ് എടുക്കാൻ കഴിയാത്ത രീതിയിൽ വേദനയുടെ തോളിനല്ലേ? ആന്ന്. യേശുവേ, ഇപ്പൊ പൂർണ്ണ സൗഖ്യം സിസ്റ്റർക്ക്, ഒരു തരി പോലും വേദന ഇല്ല. ഇല്ല. അവിടെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര ഈ പ്രാർത്ഥന കയറുമ്പോഴത്തേനും എനിക്ക് ആ കൈക്ക് ഭയങ്കര വേദനയായിട്ടും കൂടുമായിരുന്നു. അങ്ങനെ 2-3 ദിവസം അങ്ങനെ കൂടി ഇപ്പം ഒരു ശകലം പോലും വേദനയില്ല. യേശുവിൻ്റെ നാമത്തിൽ സിസ്റ്റർ ഈ സാക്ഷ്യം വന്ന് പറയണം. ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും നിർബന്ധം പറയാൻ കാരണം, നിങ്ങൾ ഇത് കേൾക്കുമ്പം നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത, ഇപ്പം നമുക്കറിയത്തില്ല, യൂട്യൂബിലും ഫേസ്ബുക്കിലും നമുക്കറിയാത്ത അനേകർ ഈ പ്രാർത്ഥന കേൾക്കുന്നു, രോഗികൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, ആ ആൻറ്റി എന്ത് ചെയ്തു, സൗരി എന്ത് ചെയ്തു, പിതാവിന് വയ്യാതെ കിടക്കുന്നു, അപ്പോഴാ വീഡിയോ ഓണാക്കി വെച്ച് കേൾപ്പിച്ചു കൊടുത്തു. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ നാളുകളായിട്ട് ഉറങ്ങാൻ കഴിയാതെ അസ്വസ്ഥതപ്പെട്ട് ശ്വാസമുട്ടലായിട്ടിരുന്ന പിതാവ് സുഖമായി ഉറങ്ങി. അപ്പോൾ ഇതേപോലെ അനേകർ കേൾക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സാക്ഷ്യം, അവർക്കെല്ലാം സൗഖ്യത്തിലേക്ക്. യേശു വന്നത് മുറിവേറ്റത് മുഴുവനും രോഗിയാകാനല്ല, സാക്ഷ്യമാകാനും സൗഖ്യമാകാനും ആരോഗ്യത്തിന് വേണ്ടി. സിസ്റ്ററെ, ഇത് നേരിട്ട് ഈ സാക്ഷ്യം എന്ന് പറയണം. നിങ്ങൾ കേട്ടെ, 15 വർഷം സാത്താൻ രോഗിയാക്കി വെച്ചിരുന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് കർത്താവ് പൂർണ്ണ സൗഖ്യം. നമുക്കറിയാം, വേദന കളിയാക്കുന്നവർക്ക് അറിയത്തില്ല, പക്ഷേ വേദന അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ആ വേദനയിൽ നിന്നും യേശു ക്രിസ്തു സൗഖ്യമാക്കിയിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. അനേകരോട് ഈ സാക്ഷ്യം പറയണം കേട്ടോ. അവരുടെ എല്ലാം കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം, എന്നെ സൗഖ്യമാക്കി യേശു നിങ്ങളെയും സൗഖ്യമാക്കുമെന്ന് പറയണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആ തോളിന് ഞാൻ പറഞ്ഞില്ലേ, അടി കൊണ്ട് എന്റെ വേദനയായിരുന്നു. അടിച്ചതിന്റെ അതിന്റെ ആയിരുന്നു. ആ കൈ ആണെങ്കിൽ എനിക്ക് ജോലി ഒന്നും ചെയ്യാൻ വയ്യാതെ. ആരടിച്ചത് സിസ്റ്റർ? അത് വീട്ടിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോ അടിച്ചതായിരുന്നു. അതായിരുന്നു 15 വർഷമായിട്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അതിന്റെ ആ കഴുത്തിന് ആ വലത്തെ കൈയുടെ നേർക്കായിരുന്നു എനിക്ക് ആ വേദന. ഇങ്ങനെ അന്ന് തൊട്ടേ വേദനയായിരുന്നു ആ അടി കൊണ്ട് കഴിഞ്ഞപ്പം മുതലേ. പിന്നിപ്പം ആ കൈക്കും അങ്ങനെ വേദനയായിരുന്നു. എനിക്ക് കയ്യിൽ ഇങ്ങനെ തൂക്കി എന്തെങ്കിലുമൊക്കെ ബലം പ്രയോഗിച്ചെടുക്കുമ്പോഴൊക്കെ ആ വലത്തെ കൈ എനിക്ക് ഒരു ശകലം പോലും എനിക്ക് പിന്നെ അനക്കാൻ ഒക്കത്തില്ല. ആ ഒരു സൈഡ് കംപ്ലീറ്റ്, കാല് ഉൾപ്പെടെയായിരുന്നു എനിക്ക് ഇങ്ങനെ വേദന എടുത്തുകൊണ്ടിരുന്നത്. ആ കഴുത്തേന്നുള്ള വേദന, പെടലിന്നുള്ള വേദന. വേദനയും പോയി. കഴിഞ്ഞ ദിവസം പെടലിന്നുള്ള വേദന പൂർണ്ണമായിട്ടും പോയി. ഇപ്പൊ ഈ തോളിനുള്ള വേദനയും പൂർണ്ണമായിട്ടും എന്റെ മാറിയിരിക്കുന്നു. യേശുവേ, അങ്ങ് അത്ഭുത മന്ത്രി. കർത്താവ് വിടുവിച്ച വൻ കൃപയ്ക്ക് നന്ദി പറയുന്ന പ്രിയ സഹോദരി പറഞ്ഞു കണ്ടില്ലേ, ആ കുടുംബ വിഷയത്തിൻ്റെ അകത്ത് അവർക്ക് അടി കിട്ടിയതാണ്. ആ സൈഡ് മൊത്തവും വർഷങ്ങളായിട്ട്, 15 വർഷമായിട്ട് വേദന കഴുത്തിനും കൈക്കും കാലിലും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ യേശു തൊട്ടു. ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, രോഗികൾക്ക് സൗഖ്യമുണ്ട്, ആരോഗ്യം നിങ്ങളുടെ അവകാശമാണ്. എപ്പോഴും പറഞ്ഞോണേ, എപ്പോഴും കൽപ്പിച്ചോണേ, ആരോഗ്യം എൻ്റെ അവകാശമാണ്, രോഗമല്ല. വാശി പിടിച്ചോണം, ശരീരത്തോട് പറയണം, ആരോഗ്യം നമ്മുടെ അവകാശമാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദർ, ഞാൻ ട്രിവാൻഡ്രത്ത് വിളിക്കുകയാണ്. ഞാനിപ്പോ എന്നും ബ്രദർ ഇട്ട് തരുന്ന ഈ ഓഡിയോയുടെ റെക്കോർഡ് ഞാൻ എൻ്റെ മോള് കാനഡയിലാണ്. എല്ലാ ദിവസവും ഞാനത് അയച്ചു കൊടുക്കാറുണ്ട് അവർക്ക്. അത് കേൾക്കാറുണ്ട്. അവൾ ഒറ്റയ്ക്കായതുകൊണ്ട് അത് കേട്ട് മനസ്സിലായി ഭയങ്കര ടെൻഷനൊക്കെ ഉള്ളതാണ് ഡോക്ടർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെ സൈക്കോളജി പഠിക്കാനായിട്ട് നോക്കിയിട്ട് ഇവർ അഡ്മിഷൻ്റെ ഒന്നും ആയില്ല. അല്ലാതെ കുറെ പ്രശ്നങ്ങളും ഡൈവേഴ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവള് അവിടെ പോയാണ് ഇതായത്. പിന്നെ അവിടെ പഠിക്കാൻ അഡ്മിഷന് വേണ്ടി ശ്രമിച്ചൊന്നും ആയില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക്
ബ്രദർ പറയരുതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലങ്ങ് വിങ്ങിയിട്ടാണ് ഞാൻ ഇതൊന്ന് പറയണമെന്ന് എനിക്ക് ഇന്ന് തോന്നിയാണ് ഞാൻ പറഞ്ഞത്. ദൈവം തീർച്ചയായിട്ടും അത്ഭുതം പ്രവർത്തിക്കുക. ഇന്ന് കേട്ട വചനം പറഞ്ഞോണം, എൻ്റെ തലമുറ ദൈവത്താൽ സാക്ഷ്യമായി തീരും. അത് മാത്രം മിസ്റ്റർ പറഞ്ഞോണം, എൻ്റെ തലമുറ അത്ഭുതമായി തീരും. ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന ഇപ്പോഴത്തെ അവസ്ഥയ്ക്കകത്തുനിന്ന് ഞങ്ങൾ അത്ഭുത സാക്ഷ്യം പറയും യേശുവിൻ്റെ നാമത്തെ. അതുപോലെ തന്നെ സംഭവിക്കും. സാക്ഷ്യമായി ട്രിവാൻഡ്രത്തൊരു സാക്ഷ്യമായി നിങ്ങളുടെ ഭവനം തീരും കേട്ടോ. അത്ഭുതമായി തീരും. അങ്ങനെ തന്നെ സംഭവിക്കും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ പറഞ്ഞു പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, എൻ്റെ ഒരു ചേച്ചി, എൻ്റെ മൂത്ത ചേച്ചിയാണ്. പുള്ളിക്കാരത്തി വിശ്വാസത്തിലൊന്നുമല്ല. പുള്ളിക്കാരത്തി ഇന്ന് ഇപ്പോൾ കാലിന് 3-4 ദിവസമായിട്ട് വലിയ വേദനയായിരുന്നു. പുള്ളിക്കാരത്തി രാവിലെ എണീറ്റ് നടക്കാനൊന്നും വയ്യായിരുന്നു അമ്മമ്മയ്ക്ക്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ ചെന്നു. അമ്മാമ്മ എന്നെ പറഞ്ഞു, അമ്മാമ്മ ഈ പ്രാർത്ഥന കേൾക്കുന്നയാ. അമ്മാമ്മ പ്രാർത്ഥിച്ചിട്ടും പോണില്ല. അമ്മ പറഞ്ഞു, സാത്താനെ ഇത് പാമ്പിന് തേനുകൾ ചവിട്ടാൻ എനിക്ക് അവകാശം ഉണ്ടപ്പോൾ ഞാൻ അമ്മാമ്മ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അമ്മ പറഞ്ഞു ആ വേദന പോയി. ഒരു 3 മണിക്കൂറായി എനിക്ക് വേദനയില്ല. അതുപോലെ അമ്മമ്മ പറഞ്ഞു, എനിക്ക് ഇത്രയും വിശ്വാസം ഇല്ലേലും ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. എൻ്റെ മൂത്ത ചേച്ചിയെ 84 വയസ്സുള്ളതാണ്. അതുപോലെ ഒരു സാക്ഷിയോടുണ്ട്. എൻ്റെ മകൾക്ക് എറണാകുളത്ത് നിന്ന് ഇപ്പം ബാംഗ്ലൂരിലേക്ക് ജോലി കിട്ടി. 22-ാം തീയതി ജോയിൻ ചെയ്യാനാണ്. അവൾക്ക് നല്ല ശമ്പളത്തിൽ, ആദ്യം കുറവിലാണേനും ഇപ്പം നല്ല ജോലി കിട്ടി. അവിടെ പോയി 22-ാം തീയതി ജോയിൻ ചെയ്യാൻ പോവാണ്. ബ്രദർ, അതിനുവേണ്ടി ഇവിടെ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഇത് വലിയൊരു സാക്ഷ്യമാണ്. പ്രിയ സൗകര്യം പറഞ്ഞ പോലെ, ആൻറ്റി പറഞ്ഞ പോലെ തന്നെ 84 വയസ്സുള്ള ആൻറ്റിയാണ്. ശാരീരികമായിട്ട് വേദനയുണ്ടായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ടെന്ന് വിശ്വസിച്ച് കൈയെടുത്ത് വെച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ വേദന അവിടെ നിന്ന് മാറി. ആ കുടുംബത്തിൽ തലമുറയുടെ നന്മ കാണാൻ പറ്റി. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ കരത്തിലൂടെ യേശു ക്രിസ്തു പ്രവർത്തിക്കും. കർത്താവിൻ്റെ വചനം അതേപോലെ തന്നെ നടക്കും. ധൈര്യമായിട്ട് കൈവച്ചോണം. നിങ്ങൾ കൈവച്ചാൽ വിടുതലാണ്. നിങ്ങൾ തൊട്ടാൽ യേശുവിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. കൽപ്പിച്ചോണം. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ പറഞ്ഞാൽ പറഞ്ഞു. വചനം പഠിക്കുവാനായിട്ട് നല്ലൊരു വചനം പഠിക്കുവാനായിട്ട് സാധിച്ചു. ബൈബിൾ കോളേജിൽ പോകുന്നതിനേക്കാൾ പകരമായിട്ട് അധികം വചനങ്ങൾ പഠിക്കുവാനും അതിലൂടെ വചനത്തിലൂടെ വിടുതൽ നേടുവാനും സാധിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വിടുതലും കിട്ടുന്നുണ്ട്. എൻ്റെ മമ്മിയുടെ വയറിനെ തൊട്ട് പ്രാർത്ഥിച്ചു വിടുതലുണ്ടായി. പിന്നെ അടുത്ത വീട്ടിലെല്ലാം അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തന്നെയല്ല, എനിക്ക് ബ്രദറിന്റെ ഈ പ്രാർത്ഥനയിലൂടെ കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടുന്നുണ്ട്. അത് തന്നെ വെളിപാട് കിട്ടുന്നുണ്ട്. വെളിപാടും കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയാസമോ ദുഃഖമോ അല്ലെങ്കിൽ ഞെരുക്കമോ വരുമ്പോൾ ഞാൻ ഈ വചനം ഉരുവിടുമ്പോൾ എനിക്ക് അമിത ബലം കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും മിസ്റ്റർ, എന്ന് പറഞ്ഞ പോലെ തന്നെ വചനം പഠിച്ചത് കർത്താവിൻ്റെ നാമത്തിൽ പ്രയോഗിച്ചു. ആ കുടുംബത്തിൽ സൗഖ്യങ്ങൾ കാണുവാൻ കർത്താവ് ഇടയാക്കി തീർന്നു. ഇനിയും ദൈവ അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് വലിയ പ്രവൃത്തികളാൽ നിറയ്ക്കും. യേശു അത്ഭുതങ്ങളുടെ ദൈവം. ആമേൻ. ഒരു നിമിഷം കൂടെ, നിങ്ങൾ ഈസ്റ്റ് ഹാമിൽ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നതിൻ്റെ അകത്ത് നിങ്ങൾ രോഗികളായി ഭാരപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റ് നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ട് വരണം. രോഗികൾക്ക് വേണ്ടി പ്രത്യേകം സൗഖ്യത്തിനായിട്ടുള്ള കൽപ്പിച്ച് നമ്മൾ അതിൻ്റെ മേൽ ജയമെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ രോഗികളെ കൂട്ടിക്കൊണ്ട് വരണം. അത് ഏത് ഭാഷക്കാരായിക്കോട്ടെ, അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ലാംഗ്വേജിലോട്ട്. അതുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായിട്ട് കൂട്ടിക്കൊണ്ട് വരിക. കൂടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾ അവരെ കൈകൊടുത്ത് കൂട്ടിക്കൊണ്ട് വരിക. യേശു ക്രിസ്തു അവരെ തൊടും. കർത്താവ് അവരെ സൗഖ്യമാക്കും. വലിയ അത്ഭുതങ്ങൾ യേശുവിടെ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. വലിയ പ്രവൃത്തിയാൽ കർത്താവ് നിറയ്ക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. എന്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരന്റെ മോന് 3 ദിവസമായിട്ട് വെന്റിലേറ്ററിലായിരുന്നു. ഇതുപോലെ വചനം വെച്ച് പ്രാർത്ഥിച്ച് ഇപ്പം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി റൂമിലോട്ട് ആക്കി. അത് വലിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ പറയുന്നു. പ്രവർത്തിക്കായിട്ട് സ്തുതിക്കുന്നു. അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു. പറഞ്ഞുകൊണ്ട് നമുക്കറിയാം, പലപ്പോഴും വെന്റിലേറ്ററിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുക എന്നുള്ളത് അസാധ്യമാണ്. എന്നാൽ പ്രിയമക്കളെ വിശ്വസിച്ചു, കർത്താവെ, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. കർത്താവെ, അങ്ങ് പ്രവർത്തിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പം പറഞ്ഞായിരുന്നു സ്പിരിച്വൽ റാങ്ക് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ റാങ്ക് നമ്മൾ പ്രാർത്ഥിക്കുക സൗഖ്യമാകുന്നതും ഈ റാങ്കും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മൾ അങ്ങനെ ആയിരുന്നാലേ ഇല്ല സിസ്റ്ററെ, രോഗസൗഖ്യത്തിന് സ്പിരിച്വൽ റാങ്കുകൾക്ക് വ്യത്യാസമില്ല. ഞാൻ സ്പിരിച്വൽ റാങ്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നമുക്കെല്ലാവർക്കും കർത്താവ് സ്വർഗത്തിലെ സകല ആത്മീയത നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. എഫേസ്യർ 1 പറയുന്നു, സകലത നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് സ്പിരിച്വലി എല്ലാ ബ്ലെസ്സിങ്ങുകളും കർത്താവ് തന്നിരിക്കുന്നു. പക്ഷെ നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ അതിനെ മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ വചനം പഠിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ അന്യഭാഷയിലും വചനത്തിലും നമ്മൾ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ മാൻ വളരുന്നു, ആത്മമനുഷ്യൻ വളരുന്നു. ആത്മമനുഷ്യൻ വളരുന്നതനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പം നിങ്ങളിപ്പം ഒരു സാധാരണ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയും എന്നാൽ മണിക്കൂറുകളോളം ദൈവസന്നിധിയിൽ അന്യഭാഷയിലും പ്രാർത്ഥനയിലും വളരുമ്പോൾ സ്പിരിച്വൽ ഇന്നർമാൻ വളരുന്നുണ്ട്. ഇന്നർമാൻ അകത്ത മനുഷ്യൻ വളരുമ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സാധാരണ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി പ്രാർത്ഥിച്ചാൽ രോഗം സൗഖ്യമാകും, വിടുതൽ നടക്കും. അത് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. രോഗസൗഖ്യമായിട്ട് അതിന് ബന്ധമില്ല. ആത്മമനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പിരിച്വൽ തലങ്ങളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ. ഇപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞാൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. കണ്ടോ, 3-ാം സ്വർഗത്തോളം യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ. രണ്ടാമത് ഫിലിപ്പോസ്ലീഹായെ പറ്റി പറയുന്നു, പരിശുദ്ധാത്മാവ് എടുത്തോണ്ട് പോയി. നമ്മളാണെങ്കിൽ കാറിൽ പോകണം, ബസ്സിൽ പോകണം, ഓട്ടോയിൽ പോകണം, ഫ്ലൈറ്റിൽ പോകണം, ട്രെയിനിൽ പോകണം. പക്ഷേ ഫിലിപ്പോസ്ലീഹായിനെ പരിശുദ്ധാത്മാവ് എടുത്തോണ്ട് പോയി. അപ്പോൾ ഇത് അവർ ഉപയോഗിക്കപ്പെടുന്ന ഒരു ആത്മത, ദൈവമായിട്ടുള്ള ആഴമേറിയ ബന്ധം സ്പെൻഡ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ സിസ്റ്റർ ഇപ്പോൾ കൂടുതൽ സമയം പ്രാർത്ഥനയിലും വചനത്തിലും, നമ്മളിപ്പോൾ ഉദാഹരണം പറയാം, സിസ്റ്റർ ഇപ്പോൾ ജോലിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അതൊരു ഗുണമല്ലേ? ഒരു ജോലി ചെയ്യുന്ന ഒരാൾ നമ്മൾ തന്നെ അന്വേഷിക്കുമ്പോൾ നമ്മൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ വേണം, അല്ലേ? എന്തിനാ എക്സ്പീരിയൻസ്? കാര്യം അവർ വർഷങ്ങളോളം ആ ജോലി ചെയ്ത് എക്സ്പേർട്ടായി തീർന്നിരിക്കുന്നു. ഇതേപോലെ ദൈവസന്നിധിയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ നിൽക്കുന്ന ആൾക്കാർക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ട്. അതാണ് പൗലോസ് പറഞ്ഞത്, സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഉണ്ടാകും. ഇതാണ് ഇതിൻ്റെ റാങ്കുകൾക്ക് വ്യത്യാസം വരുത്തുന്നത്. അത് വ്യത്യസ്തമാണ്. സാധാരണ വിശ്വാസിയേക്കാൾ വളരുന്ന വിശ്വാസിക്ക് വ്യത്യാസമുണ്ട്. ഒത്തിരി ആക്സസ് പോയിന്റുകളിൽ അവർക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? സഞ്ചരിക്കാൻ പറ്റും, സ്പിരിറ്റിൽ മൂവ് ചെയ്യാൻ പറ്റും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി സാക്ഷ്യങ്ങൾ ഇനിയും ഉണ്ടെന്ന് എനിക്കറിയാം. കാര്യം യേശു അത്ഭുത മന്ത്രിയാണ്. കർത്താവിൻ്റെ നാമത്തിൽ നമുക്കൊരു നിമിഷം ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് കേൾക്കുന്നവരെ ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഇത്രയും കർത്താവ് പ്രവർത്തിച്ച വർഷങ്ങളായി നിന്ന രോഗബന്ധനങ്ങളെ യേശു സൗഖ്യമാക്കി. ഇത് കേൾക്കുന്ന ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നത്, ഇത് കേൾപ്പിക്കാൻ വേണ്ടി പോകുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, ചലിക്കാൻ കഴിയാത്തത്, നടക്കാൻ കഴിയാത്തത്, കർത്താവേ, ഇന്ന് ഞങ്ങളിപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന രോഗങ്ങൾ, അത് ക്യാൻസറോ ട്യൂമറോ ചെറുതോ വലുതോ ഏത് രോഗമായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്നു പൂർണ്ണ സൗഖ്യം. ആ ശരീരത്തിൻ്റെ മേലേക്ക് സൗഖ്യത്തെ ഞങ്ങൾ അയക്കുന്നപ്പോൾ ഇൻസ്റ്റൻറ്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് അത് സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ അങ്ങ് തൊട്ട് വിടിവിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ നമുക്ക് ബുധനാഴ്ച ഓൾ നൈറ്റ് അല്ലെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ വീണ്ടും ഒരവസരം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥിക്കാം. സമയക്രമീകരണത്തിൽ വ്യത്യാസമില്ല. നാളെ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥന ഉണ്ട്. ഇന്ത്യൻ സമയം 7 മണി മുതൽ 9 മണി വരെ നടക്കുന്നു. അതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ പങ്കുചേരുക. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ലൈവിൽ കാണുന്നവർ, യൂട്യൂബിൽ കാണുന്നവർ, ഞാൻ പറഞ്ഞല്ലോ ഈസ്റ്റ് ഹാമിൽ നടക്കുന്ന ലൊക്കേഷൻ വ്യത്യാസം വന്നിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണെങ്കിലും എടുത്തെടുത്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ നമുക്കവിടെ പ്രാർത്ഥന സജ്ജീകരിച്ചിരിക്കുന്നു. അവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ അവസരമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതിനോട് ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെയും കൂട്ടിക്കൊണ്ട് വരണേ. ഏത് ഭാഷക്കാരാണെങ്കിലും കൂട്ടിക്കൊണ്ട് വരിക. പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കും, അവരെ തൊടും, അവരെ സൗഖ്യമാക്കും. അവർക്ക് വേണ്ടി വീര്യപ്രീതി ഇപ്പം തന്നെ നിങ്ങൾ ആനുവൽ ലീവൊക്കെ എടുത്തോണേ. ഇതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്കും ഞാൻ കർത്താവിൽ നന്ദി പറയുന്നു. നിങ്ങളും ആ സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിലെ ദൈവം, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ പ്രതിഫലം ഉണ്ട്, നിശ്ചയമെന്നാണ് പറഞ്ഞത്. ആമേൻ.
ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ ഇത് ഷെയർ ചെയ്യുക. യൂട്യൂബിലും ഒക്കെ കാണുന്നവർ, പ്രത്യേകിച്ച് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ, ഇത് ഷെയർ ചെയ്യുക. അനേകർക്ക് ഇത് കൊടുക്കുക. അവരെ വിടുവിക്കുവാൻ നിങ്ങൾ മുഖാന്തരമാകുക. നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കട്ടെ.